Academy is a edutech startup in engineering, technical, job-oriented mentoring. It is also a digital platform enhanced traditional learning system. അതായത് നമ്മുടെ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ കഴിഞ്ഞ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എജുടെക് സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമാണ് നമ്മുടെ കരിക്കുലം അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഓൺലൈൻ കോഴ്സുകൾ കംപ്ലീറ്റ് ആയിട്ടും ഓൺലൈൻ ആയിട്ടായിരിക്കും ക്ലാസ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഒരു ഡിജിറ്റൽ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. നമ്മുടെ ഫൗണ്ടേഷൻ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ COVID-19 പാൻഡമിക് സിറ്റുവേഷനിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ആശയം വന്നത്. അപ്സ്കില്ലിംഗ് കോഴ്സ് നമ്മൾ ബിടെക്കോ ഡിപ്ലോമ പഠിച്ച സ്റ്റുഡൻസിന് കൊടുത്താലോ എന്നൊരു ആശയം നമുക്ക് വന്നത്. അങ്ങനെ നമ്മൾ ഒരു കമ്പനിയായിട്ട് ഇത് രജിസ്റ്റർ ചെയ്തു. ദെൻ നമ്മുടെ കേരള സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ലിസ്റ്റിൽ നമ്മുടെ കമ്പനി ഇൻക്ലൂഡഡ് ആണ്. Then next, our vision is reduce the unemployment rate and empower the education with the internet. Our mission is spread the power of education, become the specialist, and then enable learning and working from anywhere. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളാണ് നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ബിടെക്, ഡിപ്ലോമ, ITI അത് പഠിച്ച സ്റ്റുഡൻസിനെയാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ കഴിഞ്ഞ ബിടെക് കഴിഞ്ഞ സ്ട്രീംസിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് ഫസ്റ്റ്ലി നമ്മൾ കൊടുത്തിരിക്കുന്നത്. MEP പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ്, ഓൾസോ MEP ബിഗിനർ, MEP പ്രപ്പോസൽ ആൻഡ് എസ്റ്റിമേഷൻ എഞ്ചിനീയറിംഗ്, ദെൻ പ്ലാനിംഗ് എഞ്ചിനീയറിംഗ് ആൻഡ് ലൈറ്റ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ് എഞ്ചിനീയറിംഗ്. അങ്ങനെ 3 കോഴ്സുകളായിട്ടാണ് നമ്മുടെ മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ സ്ട്രീം പഠിച്ച സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ. ദെൻ സിവിൽ എഞ്ചിനീയർകാർക്ക് വേണ്ടിയിട്ടുള്ള റെവിറ്റ്, ആർക്കിടെക്ചർ ആൻഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്. അതിൽ മെയിനായിട്ട് ഈ കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. Then one second. നമ്മുടെ മെന്ററിംഗ് സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ലൈവ് കോച്ചിങ് ഉണ്ടായിരിക്കും, അസൈൻമെന്റ്, ഇൻഡസ്ട്രി ഇന്ററാക്ഷൻസ്, സർട്ടിഫിക്കറ്റ്, HR ഇന്റർവ്യൂ പ്രിപ്പറേഷൻ, CV പ്രിപ്പറേഷൻ ആൻഡ് പ്ലേസ്മെന്റ്. ഇതെല്ലാമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മെന്ററിംഗ് സർവീസസ്. നമ്മൾ പറഞ്ഞത് പേര് പോലെ തന്നെ ലൈവ് കോച്ചിങ് ആയിരിക്കും. നോർമൽ ക്ലാസ് പോലെ ഒരു ലെക്ചർ നോട്ടോ റെക്കോർഡഡ് ക്ലാസ്സോ അല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് ആയിട്ട് ഫാക്കൽറ്റി ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് നമ്മുടെ ഡൗട്ട്സും ക്വസ്റ്റ്യൻസും ഒക്കെ ക്ലിയർ ചെയ്ത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അസൈൻമെന്റ്സ് മീൻസ് നമ്മൾ ഒരേ മൊഡ്യൂൾ കഴിയുമ്പോൾ ഒരേ മൊഡ്യൂളിന്റെയും അസൈൻമെന്റ് നമ്മൾ ലൈവായിട്ട് തന്നെ ഫാക്കൽറ്റീനെ കൊണ്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് നമുക്ക് പോകാനായിട്ട് സാധിക്കും. നമ്മുടെ ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേവലം അധ്യാപകരോ ട്രെയിനേഴ്സോ അല്ല, ഇപ്പൊ ഇൻഡസ്ട്രിയിൽ കറന്റിൽ വർക്കിംഗ് ചെയ്യുന്ന മലയാളികളായ പ്രൊഫഷണൽസ് ആണ് നമുക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ 5 to 10 years എങ്കിലും എക്സ്പീരിയൻസ് ഉള്ള സീനിയർ വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിരിക്കും. സോ അവരായിട്ട് ഇന്ററാക്ട് ചെയ്ത് നമുക്ക് ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പ്ലസ് നമുക്ക് പ്രൊജക്റ്റും കൂടി ഇതിൻ്റെ ഒപ്പം പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നതായിരിക്കും. പ്രൊജക്റ്റ് എല്ലാം നമ്മുടെ മിഡിൽ ഈസ്റ്റ് പോലുള്ള കൺട്രീസിൽ ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റുകളാണ് നമ്മുടെ സ്റ്റുഡൻസിന് ലൈവായിട്ട് ചെയ്യാനായിട്ട് അസൈൻമെന്റ് ആയിട്ട് കൊടുക്കുന്നത്. സോ അതെല്ലാം നമ്മുടെ വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് എടുക്കാവുന്നതാണ്. ദെൻ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്ന ഒരു അസിസ്റ്റൻസ് ആണ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് മീൻസ് ഒരു ജോബ് അഷുറൻസ് അല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ അസിസ്റ്റൻസിന് വേണ്ട ഒരു ഹെൽപ്പ്, അതായത് നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തന്നെ ഒരു റൂട്ട് ലെവലിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമുക്കറിയാം ഒരു പ്ലേസ്മെന്റ് ഒരു കമ്പനിയിൽ ഹെയർ ചെയ്യുന്നതിന്റെ ഏറ്റവും ഫസ്റ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞതാണ് CV. സോ CV പ്രിപ്പറേഷൻ ഉള്ള ക്ലാസ്സുകൾ, HR ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്, ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ കൂടാതെ നമ്മുടെ ഫാക്കൽറ്റീസ് നമ്മുടെ കേപ്പബിലിറ്റി അനുസരിച്ച് നമ്മളെ പല കമ്പനിയിലേക്കും അവർ റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്കൊരു ഇന്റർവ്യൂവിനുള്ള ചാൻസ് ആണ് ഇവിടെ ലഭിക്കുന്നത്. ഇന്റർവ്യൂവിന് ചാൻസ് കിട്ടിയാൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഇടുക, പ്ലസ് നമ്മുടെ സിസ്റ്റം കൂടി ഫോളോ ചെയ്ത ജോബ് എന്ന ഒരു ഡ്രീമിലേക്ക് നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇതെല്ലാമാണ് നമ്മുടെ കരിക്കുലം അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു ഡിസൈനിങ് കോഴ്സാണിത്. അപ്പോൾ ഡ്രാഫ്റ്റിങ്ങിന് ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് ആവശ്യമാണ്. സോ അതെല്ലാം നമ്മുടെ കരിക്കുലം അക്കാദമി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ ഇതൊക്കെയാണ് നമ്മുടെ ഇതിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് എന്ന് പറഞ്ഞത് ബിടെക് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്, ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഡിപ്ലോമ ITI പഠിച്ച സ്റ്റുഡൻസിനാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്.
ഫ്രഷേഴ്സോ വർക്കിംഗ് പ്രൊഫഷണലോ ആയിരിക്കാം. ദെൻ നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ക്ലൗഡ് ടീച്ചിങ് ഉണ്ടായിരിക്കും, 1-to-1 ട്രെയിനിങ് ആയിരിക്കും, ഗ്രൂപ്പ് മെന്ററിങ് ആൻഡ് ബുക്കേ കോച്ച്. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ്. ഇതാണ് നമ്മുടെ കരിക്കുലം അക്കാദമിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും പേയ്മെന്റ് ഇഷ്യൂസോ ഇപ്പൊ കോഴ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മളിപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് ഇട്ടാൽ മതി. നമ്മുടെ കരിക്കുലം അക്കാദമിയുടെ അക്കാദമിക് കൗൺസിലർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മുടെ എല്ലാ കോഴ്സിന്റെയും പേയ്മെന്റിന്റെയും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അപ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ബ്രീഫ് ആയിട്ട് നമ്മുടെ കരിക്കുലം അക്കാദമിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അപ് സ്കില്ലിന് വേണ്ടി നമ്മൾ ഒരു എജുടെക് സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം എന്ന് തന്നെ നമ്മുടെ കരിക്കുലം അക്കാദമിയെ പറയാം. സോ ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ വെബിനാറിന്റെ സെക്ഷനിലേക്ക് കിടക്കാം. നമ്മുടെ വെബിനാറിന്റെ സെക്ഷനിൽ ഫസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ച്, നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് എന്താണ്, നമ്മുടെ വർക്ക് ലൈഫ് എന്താണ്, നമ്മുടെ ഇൻഡസ്ട്രി, ആവറേജ് റെന്യൂമറേഷൻ, ഇതെല്ലാം ഒരു പോയിന്റ്സ് ആയിട്ട് നമ്മൾ ഓരോരുത്തരായിട്ട് പറയാനാണ് പോകുന്നത്. ഫസ്റ്റ്ലി ഞാൻ മെൽഫിൻ സാറിനെ വിളിക്കുന്നു. സാറിന്റെ എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. First of all, thank you for joining everyone to this webinar. Anas and Kavya, Hida and Femi. Okay. നമ്മുടെ ടോപ്പിക്കിൽ ആദ്യത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊഫഷണൽ ലൈഫിലെ അതാണ് നമ്മുടെ ആദ്യത്തെ ഒരു പോയിന്റ് വരുന്നത്. അതിലെ വർക്ക് ലൈഫ്, ഇൻഡസ്ട്രി വരുന്നുണ്ട്, പിന്നെ ആവറേജ് സാലറിയാണ് വരുന്നത്. എന്റെ കരിയർ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ദുബായിൽ വെച്ചിട്ടുള്ള ഒരു മറൈൻ കമ്പനിയായിരുന്നു. മറൈൻ യാച്ച് ആൻഡ് ബോട്ട് ബിൽഡിംഗ് ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു. അവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിസൈൻ എഞ്ചിനീയർ പ്ലസ് ഒരു സൂപ്പർവൈസർ എന്ന ഒരു റോളായിരുന്നു കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഏകദേശം ഒരു 2.5 years അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നീട് സൗദിയിലായിരുന്നു പിന്നത്തെ ഒരു വർക്കായിരുന്നത്. സൗദിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് MEP എസ്റ്റിമേറ്റർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഏകദേശം ഒരു 4-4.5 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. പിന്നീട് UK മൈഗ്രേറ്റ് ചെയ്തു. UK മൈഗ്രേറ്റ് ചെയ്തപ്പോൾ ഇവിടെ ജോബൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിന് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. അപ്പൊ അതിനുശേഷം നമുക്ക് ആദ്യത്തെ ഒരു ഓപ്പണിംഗ് കിട്ടി. ആദ്യത്തെ ഓപ്പണിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ഇന്റീരിയർ ഡിസൈനിങ്, ഒരു സിവിൽ ഔട്ട്ഫിറ്റ് ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു, കൺസ്ട്രക്ഷൻ കമ്പനിയായിരുന്നു. അവിടെ മെക്കാനിക്കൽ എസ്റ്റിമേറ്റർ. പിന്നീട് ഇപ്പൊ കറണ്ടില് സ്വിച്ച് ചെയ്തായിരുന്നു. ഇപ്പൊ നമ്മളൊരു ഫുഡ് പ്രോസസ്സിംഗ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ, അതായത് പെപ്സിക്കോ എന്ന് പറയും, പെപ്സിയുടെ അണ്ടറിൽ വരുന്ന ലേസ്, ചീറ്റോസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയുടെ മെഷീൻസ് ഡെലിവറി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഇപ്പോൾ പ്രൊപ്പോസൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതിൽ ഇൻഡസ്ട്രീസ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറൈൻ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് കൺസ്ട്രക്ഷനിലേക്ക് കടന്നു. കൺസ്ട്രക്ഷനിൽ അതിനുള്ളിലത്തെ എല്ലാ സർവീസും വീണ്ടും ഇവിടെ UK എത്തിയിട്ട് വീണ്ടും നമ്മളെ MEP ഏരിയയിൽ തന്നെ വീണ്ടും ജോബ് ഓപ്പണിംഗ് കിട്ടി. അതിനുശേഷം ഫുഡ് പ്രോസസ്സിംഗിലേക്ക് കടന്നു. ഫുഡ് പ്രോസസ്സിംഗിലത്തെ മെഷീനിലാണ് ഇപ്പോൾ കറണ്ടില് പ്രൊപ്പോസൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു പ്രോസസ്സായിരുന്നത്. പിന്നെ സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് സാലറി ഒക്കെ നമുക്ക് ലഭിക്കുന്നത് നമുക്കറിയാലോ. സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റത്തെ കരിയറിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ദുബായിൽ വെച്ചിട്ടായിരുന്നു. ദുബായിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏകദേശം ഒരു 2500-3000 ദറംസ് ആയിരുന്നു നമുക്ക് ആദ്യത്തെ ഒരു സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ സാലറിയിൽ നിന്ന് പിന്നീട് സൗദിയിലേക്ക് കടന്നപ്പോഴേക്ക് 2 years 3 years എക്സ്പീരിയൻസ് ആയപ്പോൾ സാലറി കുറച്ചുകൂടി കൂടി. സാലറി ഇപ്പൊ ഒരു 200 തൊട്ട് ഒരു 3600 ദറംസ് വരെയൊക്കെ ആയിട്ട് സാലറി കൂടി. അങ്ങനെ ആ ഒരു റേഞ്ചിലായിരുന്നു സൗദിയിൽ നമ്മൾ കുറച്ച് നാൾ. സൗദിയിൽ 4 yearsോളം നമ്മൾ വർക്ക് ചെയ്തായിരുന്നു. സെയിം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ തന്നെയായിരുന്നു. MEP എല്ലാ ഡിസിപ്ലിൻസും നമ്മൾ പ്രൊജക്ട്സ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. പിന്നീട് ഇപ്പോ UK എത്തിയ സമയത്ത് UK ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു. കരിയറത്തിന് പറ്റിയൊരു സ്ഥലം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു ആവറേജ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇയർലി വൈസ് ആണ്. ഒരു 27,000 തൊട്ട് ഒരു 29,000 വരെയാണ് ആവറേജ് ഇയർലി സാലറി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു മാസം വെച്ച് കൂട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2100 പൗണ്ട് 2500 പൗണ്ട് ബ്രാക്കറ്റിനിടയിലായിരിക്കും സാലറി ഒക്കെ വരാം. അപ്പൊ നാട്ടിലത്തെ സാലറി പാക്കേജ് ഒക്കെ വെച്ച് നാട്ടിലത്തെ ഇതിൽ കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചാൽ ദുബായിൽ വെച്ചിട്ട് 2100-2500 ദറംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 55,000-60,000 രൂപയിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്ത സാലറി. പിന്നീട് സൗദിയിൽ എത്തിയ സമയത്ത് സൗദിയിൽ ഇതുപോലെ തന്നെ ഒരു
$3500 റിയാൽ, അവിടെ റിയാലാണെന്ന് പറയാം. ആ റിയാലിലേക്ക് എത്തിയ സമയത്ത് ഏകദേശം ഒരു 70,000 75,000 ആ ഒരു സാലറി ആയിരുന്നു നമ്മുടെ ബ്രാക്കറ്റ് ആയിരുന്നു. പിന്നീട് UK എത്തിയ സമയത്ത് ഭയങ്കര ചേഞ്ചസ് ആയിരുന്നു. UK എത്തിയപ്പോൾ ഡയറക്റ്റ് നമുക്കൊരു മാസം ഒരു 2.5 ലാക്ക് നമുക്ക് സാലറി നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ചേഞ്ചസ് ആണ് ഓരോ രാജ്യത്തിൽ നിന്നും. ദുബായ്, സൗദി, UK അങ്ങനെ മാറിയപ്പോൾ ഭയങ്കര ഒരു ഗ്രോത്ത് കാണുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഷെയർ ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ആദ്യത്തെ ഒരു പോയിന്റ് വെച്ചിട്ട്. ഓക്കെ, താങ്ക് യു സാർ. നെക്സ്റ്റ് അനസിനെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് വിളിക്കായിരുന്നു. അനസ്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ഓക്കെ, എന്റെ പേര് ആണ്. ഞാൻ 2019 ഡിപ്ലോമ ഇലക്ട്രിക്കൽ കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം ഞാൻ റെവിറ്റ് MEPയുടെ കോഴ്സ് എനിക്ക് റെക്കമെൻഡേഷൻ അളിയനാണ് തന്നത്. റെവിറ്റ് MEP എടുത്താൽ നല്ല സ്കോപ്പ് ഉണ്ട്, എല്ലാ ഫീൽഡിലും ഓക്കെയാണ്, നല്ല ജോലി സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഞാൻ അതിന് ജോയിൻ ചെയ്തു. ഒരു CAD സെന്ററിന്റെ കീഴിൽ, ഒരു കോച്ചിങ് സെന്ററിന്റെ കീഴിൽ ഞാൻ റെവിറ്റ് MEPക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം അതിന്റെ ഇടയിലാണ് എനിക്ക് സൈറ്റ് സൂപ്പർവൈസർ ആയിട്ട് എനിക്കൊരു ജോബ് ഓപ്പണത്തിൽ തന്നെ. ഞാൻ തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂർ തന്നെ എനിക്ക് സൈറ്റ് സൂപ്പർവൈസർ വേക്കൻസി കിട്ടി ഇലക്ട്രിക്കലിന്റെ. അപ്പൊ അവിടെ സൈറ്റ് സൂപ്പർവൈസർ ആയിട്ട് ഞാനൊരു 1 ഇയർ അറൗണ്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സൈറ്റ് സൂപ്പർവൈസിങ് മാത്രമല്ല, നമ്മളിപ്പോ സൈറ്റിൽ പോയിട്ട് ഓട്ടോകാഡ് ഡ്രാഫ്റ്റിംഗ് കൂടി ഞാൻ ചെയ്തിരുന്നു. ഇപ്പൊ ഫയറിന്റെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഫയർ പൈപ്പിങ്ങും ലേഔട്ടും സ്കീമാറ്റിക്കും എല്ലാം നമ്മൾ സൈറ്റിൽ പോയിട്ട് മെഷർമെന്റ് എടുത്തിട്ട് നമ്മൾ വന്ന് ഡ്രാഫ്റ്റ് ചെയ്യണം. സോ അതെന്ന് പറഞ്ഞത് വളരെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നോളേജ് കിട്ടി. നമ്മളിപ്പോ പഠിക്കുന്നതിനെക്കാട്ടി നേരിട്ട് നമ്മൾ ഒരു സൈറ്റിൽ പോവാണെന്നുണ്ടെങ്കിൽ അത് കാണാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ആയിട്ട് മനസ്സിലാവും എന്താണ് എക്യുപ്മെന്റ്, എന്താണ് അവിടെ ചെയ്യുന്നത്. അത് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി പ്രോസസ് ആയിരിക്കും. അപ്പൊ അവിടുത്തെ സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് 10,000 ആയിരുന്നു. 10,000 ആയിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ടിങ് സാലറി. 3 month ആയപ്പോ ഇൻക്രിമെന്റ് ആയി 15,000 ആയി. പിന്നെ അതിന്റെ ഇടയിൽ കൊറോണ ഇഷ്യൂ വന്നു. നമുക്ക് സൈറ്റ് ഒന്നും ഉണ്ടായില്ല, സൈറ്റ് ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം നമുക്ക് സൈറ്റ് ഇല്ല, വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കൊരു റെക്കമെൻഡേഷൻ വരുന്നത്. എനിക്ക് ഈ സോഫ്റ്റ്വെയർ ഞാൻ പഠിച്ച CAD സെന്റർ തന്നെ നമ്മ പിള്ളേർക്ക് ഡൗട്ട് പറഞ്ഞു കൊടുക്കുന്ന സെക്ഷനിൽ ഞാൻ കുറച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ആ ഒരു ക്ലിക്കായിട്ട് തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് റെവിറ്റ് MEP എടുക്കാൻ പറ്റുമോ, സ്റ്റാർട്ടിങ് സാലറി 80,000 തരാന്നുള്ള രീതിയിൽ എന്നെ വിളിക്കുന്നുണ്ടായി. അപ്പോ എനിക്കെന്ന് പറഞ്ഞത് ടീച്ചിങ് എന്റെ പാഷൻ അല്ല ശരിക്കും പറഞ്ഞത്. നമുക്കെന്ന് പറഞ്ഞത് എന്റെ ടെക്നിക്കലും എന്റെ ഒബ്ജക്റ്റീവ്സും എന്റെ സ്കില്ലും എനിക്ക് ഇൻക്രീസ് ചെയ്യണം. അപ്പൊ നമ്മൊരു വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എൻവിറോൺമെന്റിൽ വർക്ക് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പ്രോസസ്സ്. കാരണം നമുക്ക് ഇപ്പൊ ടീച്ചിങ് എന്ന് പറയുന്നത് കൈൻഡ്ലി കുറച്ച് കൂളാണ്, നമുക്ക് ഫ്രീ ടൈം കിട്ടും. പക്ഷെ നമുക്കിങ്ങനെ നമ്മളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, നമുക്ക് കുറച്ച് ഗ്രോത്ത് ഉണ്ടാവണം. അപ്പൊ കുറച്ച് കാര്യങ്ങൾ നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യണം, അതൊക്കെയാണ് എൻ്റെ ഒരു പ്രോസസ്സ്. അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് CAD സെന്ററിൽ നിന്ന് വിളി വന്നു. അപ്പൊ കൊറോണ ഒക്കെ ആയ കാരണം ഞാൻ ഇമീഡിയറ്റ്ലി ജോയിൻ ചെയ്തത്. അപ്പോ CAD സെന്ററിൽ 80,000 സ്റ്റിൽ ഇപ്പൊ കറന്റ്ലി ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഞാനിപ്പോ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് 2-3 കമ്പനികളിൽ അപ്ലൈ ചെയ്യണ കൂട്ടത്തിലാണ് നമ്മളെ ഈ കരിക്കുലം അക്കാദമിക്ക് വേണ്ടി അപ്ലൈ ചെയ്തത്. അപ്പോ അവിടെ ഓക്കെയാണ്. അപ്പൊ 2 സാലറി കിട്ടുമ്പോ ഏകദേശം എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ഇപ്പൊ ഒരു ഫണ്ട് ആയിട്ടുണ്ട്. ഇതാണ് എന്റെ എക്സ്പീരിയൻസ്. പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ അള്ളിയനും ഗൾഫിലായിരുന്നു. അപ്പൊ ഞാൻ ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എന്നോട് ഇന്റർവ്യൂവിന് എന്തെങ്കിലും ഒരു ഡിപ്ലോമ മാത്രം ചെയ്താൽ പോരാ, ഏതെങ്കിലും ഒരു ഡിഗ്രി വേണമെന്ന് പറഞ്ഞു. അപ്പൊ നാട്ടിൽ വന്നിട്ട് ഞാൻ BTech ചെയ്യാനുള്ള പ്ലാൻ ആയിരുന്നു. ഈ BTechന് എനിക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. അപ്പൊ ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് BCom ഇപ്പൊ 2024 കംപ്ലീറ്റ് ആയി. BCom ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ കറന്റ്ലി ഗോയിങ് ഓക്കെ. എക്സ്പീരിയൻസ് എല്ലാവർക്കും. താങ്ക് യു അനസ്. നെക്സ്റ്റ് വെൽക്കം Kavya to share your experience. ഹായ്, എൻ്റെ പേര് കാവ്യ. ഞാൻ ബാംഗ്ലൂരിൽ ബേസ്ഡ് ആണ്. ഫസ്റ്റ് ഞാൻ 2016 BTech പാസ് ഔട്ട് ആയത്. BTech പാസ് ഔട്ട് ആയി കഴിഞ്ഞപ്പോൾ തന്നെ പ്രൊജക്ട് സൈറ്റ് എഞ്ചിനീയർ പറഞ്ഞിട്ട് തൃശ്ശൂര് കോച്ച്ഫോർഡ് എന്ന് പറയുന്ന
കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോയി. അവിടെ മിനിമം സാലറി ആയിരുന്നു 10,000 സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം അവിടെ ഗേൾസിന് സൈറ്റ് എക്സിക്യൂഷനും ഇടാത്തതുകൊണ്ട് കൂടുതലും ഓട്ടോകാഡ് ഡ്രാഫ്റ്റിംഗ് ആയിരുന്നു. പ്ലാനിങ്, എസ്റ്റിമേഷൻ, QS പ്രിപ്പറേഷൻ, പിന്നെ ബിൽ പ്രിപ്പറേഷൻ. അതൊരു NGO ആയിരുന്നു, ഗവൺമെന്റ് ഏജൻസി പോലെയായിരുന്നു. അപ്പോൾ നമ്മള് പഞ്ചായത്തിന്റെ വർക്കിന്റെ എല്ലാം ഡ്രാഫ്റ്റിംഗ് വർക്കുകൾ, ഓൺലൈൻ ഡ്രാഫ്റ്റിംഗ് വർക്കുകളായിരുന്നു അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ബേസിക്കലി അന്നേരം തന്നെ ഓട്ടോകാഡ് ബേസിക് ആയിട്ട് അറിയായിരുന്നു. നമ്മൾ ബിടെക്കിനാണെങ്കിലും ഓട്ടോകാഡിന്റെ ജസ്റ്റ് ബേസിക്സ് എങ്ങനെ വരയ്ക്കാം, പ്ലാൻ ജസ്റ്റ് അത്രേ അറിയുള്ളൂ. അന്നേരം പ്ലാൻ വരയ്ക്കുന്ന സെക്ഷൻ, എലിവേഷൻ, അങ്ങനത്തെ കുറച്ച് ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ അവിടെ ഡ്രാഫ്റ്റിംഗ് എന്ന രീതിയിൽ ഫോളോ ചെയ്തു. അത് കഴിഞ്ഞ് 2018 ആയപ്പോഴേക്കും എനിക്ക് എംടെക്കിന്റെ കിട്ടിയായിരുന്നു. അപ്പോ ഞാൻ എംടെക്കിന് പോയി 2 years. ആ സമയത്താണ് സൈഡിൽ കൂടെ നമുക്കിപ്പോ എംടെക് ഫസ്റ്റ് ഇയർ മാത്രമേ നമുക്ക് ഈ തിയററ്റിക്കൽ സബ്ജക്റ്റ് ഉള്ളൂ. സെക്കൻഡ് ഇയർ എന്ന് പറയുമ്പോൾ ഫുൾ ഓഫ് പ്രൊജക്റ്റും, പിന്നെ നമ്മൾ ഓരോ കമ്പനീസ് പോയി ഇന്റേൺഷിപ്പ് ചെയ്ത് ഓരോ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യലും അങ്ങനെയൊക്കെയാണ്. അപ്പൊ തന്നെ ഓൾറെഡി കുറച്ചും കൂടെ ഡിജിറ്റലൈസ്ഡ് ആയിരുന്നു മൊത്തം. ഇറങ്ങുന്ന പിള്ളേർക്കെല്ലാം ഓൾറെഡി ഓട്ടോകാഡ് ഫുള്ളി അഡ്വാൻസ്ഡ് ലെവൽ അറിയാം. അങ്ങനെ ഒരു ലെവലായിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ കൂടുതലും റെവിറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നേരെ റെവിറ്റ് ഒന്നും അറിയില്ല, എങ്ങനെ മോഡൽ ചെയ്യണമെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ സൈഡിൽ കൂടെ റെവിറ്റ്, പിന്നെ എംടെക്കിന്റെ പ്രൊജക്ട് വഴി ടാപ്സ്, ഒരു ഡിറൈവ് ഡിസൈൻ ബിൽഡിംഗ് സൊല്യൂഷൻ പറഞ്ഞിട്ട് കൊച്ചിയിലെ ഒരു കമ്പനി പോയിട്ട് നമ്മൾ എങ്ങനെ ഒരു G+5 ബിൽഡിംഗ് മോഡൽ ചെയ്യാം ടാപ്സ് യൂസ് ചെയ്തിട്ട്. അതേപോലെ തന്നെ മെയിൻ പ്രൊജക്ട് വന്നപ്പോൾ നമ്മള് മെക്കാനിക്കൽക്കാർക്കും കൂടുതൽ ആ സോഫ്റ്റ്വെയർ അറിയാം, ആൻസിസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. അത് വെച്ചിട്ട് നമ്മൾ ഈ ബ്രിഡ്ജ് ഒക്കെ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, അതിന്റെ എല്ലാം ഒരു ആ സോഫ്റ്റ്വെയർ നമുക്ക് പുറത്തുനിന്ന് പഠിക്കേണ്ടി വന്നു. തിരുവനന്തപുരത്തുള്ള ഇന്റർകാഡ് എന്ന് പറയുന്ന ഇതിൽ നമ്മൾ പോയി പഠിച്ചു. പോയി പഠിച്ചപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ച സോഫ്റ്റ്വെയർസ് സ്റ്റാഡ് പ്രോ, റെവിറ്റ്, ടാപ്സ് അങ്ങനെയായിരുന്നു. ഞാൻ കുറച്ചും കൂടെ സ്ട്രക്ചറൽ ആണ് മെയിൻ ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എംടെക് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് കുറച്ചും കൂടെ പ്യുവർലി സ്ട്രക്ചറൽ ബേസ്ഡ് സോഫ്റ്റ്വെയർസ് ആണ് കൂടുതലും ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഈ 3 സോഫ്റ്റ്വെയർസും, ഞാൻ മാത്രമല്ല എൻ്റെ ഒപ്പമുള്ള എല്ലാവരും അത് ആ സോഫ്റ്റ്വെയർസ് കുറച്ചും കൂടെ പഠിച്ചു. അത് കഴിഞ്ഞ് അത് ഇറങ്ങിയപ്പോഴേക്കും ആ പ്രൊജക്ട് സബ്മിഷൻ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഒരു IITയുടെ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നു. അവരുടെ തന്നെ സീനിയേഴ്സ്, അവര് ഞങ്ങളുടെ കോളേജിൽ തന്നെ സീനിയേഴ്സ് അവര് ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരും ഈ ഇന്റർവ്യൂവിൽ എപ്പോഴും ഒരു സ്കിൽ സെറ്റ് എത്ര ഉണ്ട് എന്നുള്ളതാണ് നോക്കുക ഇപ്പോഴും. ഇപ്പൊ കൂടുതൽ അതെ, സ്കിൽ സെറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് എത്രത്തോളം ജസ്റ്റ് തിയററ്റിക്കൽ മാത്രമല്ല, പ്രാക്ടിക്കലി നമ്മൾക്ക് എത്രത്തോളം ഇപ്പൊ MEP ആണെങ്കിലും റെവിറ്റ് ആണെങ്കിലും ഓട്ടോകാഡ് ആണെങ്കിലും അതിലെല്ലാം നമുക്ക് എത്രത്തോളം പ്രൊജക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ള ഒരു ഇതാണ് അവർ നോക്കിയിട്ടുണ്ടായത്. അന്നേരം ആ സമയത്ത് അതില് മർമാഗ് എന്ന് പറയുന്ന കമ്പനിയിൽ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിട്ട് കിട്ടി. ആ സമയത്തൊക്കെ കോവിഡ് ആയിരുന്നു, അപ്പൊ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പൊ തന്നെ നമ്മുടെ സ്കിൽ സെറ്റ് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ തന്നെ അവർ മിനിമം ഓഫർ ചെയ്യുന്നത് 30,000 ആണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 6 months എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, കരിയർ ബ്രേക്ക്. എന്റെ മെറ്റേണിറ്റി ലീവ് കാരണം ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ബിം ലാബ്സിൽ നിന്ന് ഒന്നും കൂടെ അത് റിഫ്രഷ് ചെയ്തിട്ട് ഇപ്പോൾ ബാംഗ്ലൂരാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഫ്രീലാൻസ് ആയിട്ട് തന്നെ സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, മിക്കവാറും എല്ലാവരും ഒരു ഡിഗ്രി ലെവലിൽ നമ്മൾ പഠിക്കുന്ന ഓട്ടോകാഡ് അതിനെക്കാട്ടിലും കുറച്ചും കൂടെ അപ്സ്കിൽ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ എല്ലാ കമ്പനീസും, എല്ലാ ഇന്റർനാഷണൽ വേൾഡ് വൈഡ് ആണെങ്കിലും ഇൻ ഇന്ത്യ ആണെങ്കിലും സാലറി റേഞ്ച് ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിൽ ഇപ്പൊ കിട്ടുന്നതിനെക്കാട്ടിലും ഒരു എക്സ്ട്രാ തന്നെയാണ്. ഇപ്പൊ ഞാൻ ബാംഗ്ലൂർ വന്നവർ എനിക്ക് മിനിമം ജസ്റ്റ് ഞാൻ ഫ്രീലാൻസ് അല്ലാണ്ട് വേറെ ആൾക്കാരുടെ വഴി വരുമ്പോഴും അവർ മിനിമം ഓഫർ ചെയ്യുന്നത് തന്നെ നമുക്ക് ആ സാലറി പാക്കേജ് തന്നെ കുറച്ച് ഹൈ ആണ്. അപ്പോൾ അപ്സ്കില്ലിംഗ് കോഴ്സസിന് ഏറ്റവും അഡ്വാൻറ്റേജസ് ഉള്ള ഒരു കാലഘട്ടമാണ് ഇതിപ്പോ. നമ്മളിപ്പോ വെറും ഒരു ഡിഗ്രി ചെയ്യാണ്ട് കൂടുതൽ റെവിറ്റ്, MEP, ഓട്ടോകാഡ് അങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള സെറ്റിംഗ് ആയിട്ടുള്ള ഇപ്പൊ നിങ്ങൾ ജോബ് സൈറ്റ്സ് എല്ലാം എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാവും. ലിങ്ക്ഡിൻ അതിലെല്ലാം എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കൂടുതലും അവര് ജോബ് പോസ്റ്റ് ചെയ്യുമ്പോഴേ അതിന്റെ അടിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇപ്പോൾ റെവിറ്റ്, MEP അറിയോ, അതിൽ എത്രത്തോളം സ്കിൽ സെറ്റ് ഉണ്ട്, അതെല്ലാം ആണ് അതിൽ കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്നത്. സോ എൻ്റെ ഒരു ഓവറോൾ ഒപ്പീനിയനിൽ ഇതെല്ലാം എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ്. പക്ഷെ എൻ്റെ ഓവറോൾ ഒപ്പീനിയനിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരു അപ്സ്കില്ലിംഗ് കോഴ്സ് എടുത്ത് അത് നമ്മുടെ
ഒരു കരിയറിന് സക്സസ് തന്നെയാണ് ഇപ്പോഴും ഉണ്ടാക്കുക. അത് വിയ സാലറി ആണെങ്കിലും പേഴ്സണൽ ഗ്രോത്ത് ആണെങ്കിലും മൊത്തത്തിൽ നമുക്കൊരു അഡ്വാൻറ്റേജസ് ആണ് അത് തരുന്നത്. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു. Thank you, Kavya. Next is Amy to share your experience. Yes, good afternoon all. എൻ്റെ പേര് ഫെമി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. ഒപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ കരിക്കുലർ അക്കാദമിയുടെ പാർട്ണറും കൂടിയിട്ടാണ്. ഞാൻ എല്ലാ കുട്ടികളും പോലെ തന്നെ ബിടെക് കഴിഞ്ഞ് എന്താണ് ചെയ്യേണ്ടത്, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു ടൈമിലാണ് ഞാൻ ഓട്ടോകാഡ് പഠിക്കാം ആ ടൈമുണ്ട്. അതുപോലെ തന്നെ ഒരു MEP കോഴ്സ് ചെയ്താൽ നന്നായിരിക്കുന്നു. എല്ലാവരും മുന്നേ പോയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസ് പാസ് ഔട്ട് ആയിട്ട് എല്ലാ സ്റ്റുഡൻസ് അങ്ങനെയാണ് പോയിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളും ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന പോലെ അത് നോർമലായിട്ട് ഇപ്പൊ നോർമൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ സെന്ററിലൊക്കെ പോയിട്ട് നമ്മൾ പഠിച്ചു. അപ്പൊ നമുക്കൊരു ബേസിക് നോളജ് ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് വെച്ചിട്ട് എന്താ ചെയ്യുക, എനിക്ക് എന്താന്നുള്ളൊരു അറിവുണ്ടായിരുന്നില്ല. എന്താണ് ഇതിനോട് ചെയ്യുക, അത് എവിടെയാണ് യൂസ് ചെയ്യാന്നൊരു അറിവുണ്ടായിരുന്നില്ല. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോണ പോലെ നമ്മൾ ജോലികൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങി ബിടെക് കഴിഞ്ഞിട്ട്. അങ്ങനെ എന്റെ ഫസ്റ്റ് ജോലി ആയിട്ടുള്ള എനിക്ക് ആദ്യമായിട്ട് കിട്ടിയിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ഒരു എന്താ പറയാ ഒരു സൈറ്റ് ഒക്കെ ഹാൻഡ് ഓവർ കൺസ്ട്രക്ഷൻ ഒരു കമ്പനിയിലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അവിടെ എന്താണെന്ന് വെച്ചാൽ ഡ്രാഫ്റ്റ് മാൻ ആയിട്ടാണ് എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ആയിരുന്നത്. അപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായി, മീൻസ് നമ്മുടെ കൂടെ യൂസ് ചെയ്യുന്ന ഓട്ടോകാഡിന്റെ ബേസിക് ലെവൽ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ അവിടെ കുറച്ച് നാള് ആസ് യൂഷ്വൽ എങ്ങനെയൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് തോന്നിയത് കുറച്ചും കൂടി നമുക്ക് ബെറ്റർ ഓപ്ഷൻ നൽകി വീണ്ടും ഞാൻ ആസ് യൂഷ്വൽ എല്ലാവരുടെ പോലെ തന്നെ ന്യൂ ജോബിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്റെ സെക്കൻഡ് എന്ന് പറയുന്നത് കരിയർ എന്ന് പറയുന്നത് എന്റെ ഒരു ഡിഫറെന്റ് ആയിരുന്നു. ഞാനൊരു ITയിലേക്കാണ് പോയത്. ITയിൽ ഒരു ഫാക്കൽറ്റി ആയിട്ടാണ് പോയത്. ആസ് യൂഷ്വൽ IT എന്ന് പറയുന്നത് നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കൊടുക്കുന്ന ഏറ്റവും എഞ്ചിനീയറിംഗിന്റെ ഒരു കോളേജാണ്. അപ്പൊ അറിയാം അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിക്കലും അങ്ങനെ ഓട്ടോകാഡ് ഉണ്ട്, അങ്ങനെ എല്ലാ ബേസിക് കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് അടുത്ത കരിയർ എന്റെ പോയത്. അങ്ങനെ കുറച്ച് നാളൊരു 2-3 ഇയേഴ്സ് അങ്ങനെ നമ്മൾ അവിടെ ചെലവഴിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതുകൊണ്ടൊന്നും നടക്കില്ല, കാരണം കരിയറിൽ വലിയ ഗ്രോത്ത് ഒന്നും ഇല്ല. ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും കിട്ടുന്ന പോലെ തന്നെ നിയർ 20,000 ഒരു ഇന്ത്യൻ റുപ്പീസ് തന്നെ എനിക്ക് സാലറി ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചു ഈ MEP ഓട്ടോകാഡൊക്കെ പഠിച്ചത് ഇപ്പോ എന്താ പറയാ അതൊന്നും ഒരിടത്തിലേക്കും എത്തുന്നില്ല. അപ്പൊ നെക്സ്റ്റ് ലെവല് ദാറ്റ് മീൻസ് ഒരു പ്രത്യേക ഒരു ഏരിയയിലേക്ക് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ കുറച്ചുകൂടി ഞാൻ എന്തായിട്ട് ലൈറ്റിങ്ങിന്റെ ഒരു പ്രത്യേക കോഴ്സ് ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അറിയില്ല, ഒരു ഡൈലെക്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഞാൻ ചെയ്യാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇതുപോലെ തന്നെ എന്റെ കരിയർ ഇവിടെ GCCയിലേക്ക് മൂവ് ചെയ്യാണ്. ഒപ്പം തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് തുടങ്ങി ആസ് യൂഷ്വൽ എല്ലാവരുടെ പോലെ ഇവിടെയും ജോലികൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ലൈറ്റിംഗ് എന്ന് പറയാൻ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നല്ല ലൈറ്റിംഗ് എന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. നമ്മുടെ നാട്ടിലെ ലൈറ്റിങ്ങോ അല്ല കാര്യങ്ങളോ ഒന്നല്ല ഇവിടെ, അതൊരു വേറെ ലോകം തന്നെയാണ്. നമ്മൾ പഠിക്കുമ്പോഴോ കാര്യങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു ഏരിയ നമ്മൾ അധികം ഫോക്കസ് ചെയ്തിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി അതൊരു വേറൊരു ലോകം അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുണ്ടെന്ന്. അങ്ങനെ എനിക്ക് ഒരു 3 മന്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ നല്ലൊരു ജോലി കിട്ടി. ഒരു ലൈറ്റിംഗിന്റെ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അങ്ങനെ എന്റെ ആദ്യത്തെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അവിടുത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ലൈറ്റിംഗ് എസ്റ്റിമേഷൻ എഞ്ചിനീയർ കോസ്റ്റിംഗ് ആയിട്ടാണ് കിട്ടിയത്. എസ്റ്റിമേഷൻ എഞ്ചിനീയർ ആയിട്ടാണ്. അങ്ങനെ ഞാൻ അവിടെ സ്റ്റാർട്ടായി, എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു 1-2 ഇയേഴ്സ് കഴിഞ്ഞപ്പോ ജസ്റ്റ് ഞാൻ ഒപ്പം തന്നെ എന്റെ കരിയറിൽ എന്റെ എന്താ പറയാ പ്രൊഫഷണലി വളർന്നതിന്റെ ഒപ്പം തന്നെ എന്റെ സ്കില്ലുകളും എന്റെ ഈ അപ് സ്കില്ലുകളെല്ലാം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ ജസ്റ്റ് എഞ്ചിനീയറിംഗ് ലെവലിലേക്ക് മാറി. എഞ്ചിനീയറിംഗ് മീൻസ് ഒരു സീനിയർ പോസ്റ്റിലേക്ക് ഞാൻ മാറി. ഇപ്പൊ ഞാൻ ഒപ്പം തന്നെ ഡിസൈനിങ് ചെയ്യുന്നുണ്ട്, ലൈറ്റിംഗിന്റെ എസ്റ്റിമേഷൻ ഉണ്ട്, കോസ്റ്റിംഗ് ഉണ്ട്. ഒരു സീനിയർ പൊസിഷനിൽ എനിക്ക് മാറാനായിട്ട് സാധിച്ചു. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എന്തുകൊണ്ടാണ് ബേസിക് MEP ഓട്ടോകാഡിന്റെ ബേസിക് എന്നുള്ളത് മാറിയിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു കോഴ്സ്, ഒരു ഹയർ അപ്പ് ലെവൽ കോഴ്സ് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ഒരു സക്സസിലേക്ക് നയിക്കുക എന്നുള്ളതിൽ ഇവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ദാറ്റ് മീൻസ് ഞാൻ അപ്പോൾ ഒരു 10,000 സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ എനിക്ക് 10,000 ദിറംസിലേക്ക് ആവും സ്റ്റാർട്ടിങ് എനിക്ക് കിട്ടിയെന്ന് തന്നെ പറയാം. സോ അതാണ് ഒരു അപ്സ്കില്ലിങ്. ഒരു പ്രത്യേക കോഴ്സ് എടുത്ത് പഠിച്ചാൽ അല്ലെങ്കിൽ MEP പ്രത്യേക ഏതിലാണോ നമ്മുടെ ഒരു ബേസിക് എന്നുള്ള എല്ലാവരും മാറിയിൽ നിന്ന് ഒരു ഹയറിലേക്ക് മാറുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ്. ഒപ്പം തന്നെ പ്രൊഫഷണൽ എയിം ചെയ്യാം, ഫിനാൻഷ്യൽ ആയാലും നമുക്ക് നല്ലൊരു ഗ്രോത്ത് ആയിരിക്കും നമുക്ക് ഉണ്ടാവാം. ഓക്കെ, അത് തന്നെയാണ് എന്റെ ഇപ്പോഴത്തെ ഇനി നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഏറ്റവും വലിയ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഞാൻ ജോലി ചെയ്ത് ഇപ്പൊ 10 ഇയേഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സക്സസ്ഫുള്ളി ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് എന്റെ പ്രൊഫഷണൽ എന്റെ കരിയർ. അപ്പോൾ അതൊക്കെയാണ് എന്റെ എക്സ്പീരിയൻസ്.
ഓക്കെ, അപ്പൊ താങ്ക് യു കരിക്കുലം അക്കാദമി എനിക്ക് എന്റെ എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യാൻ തന്നതിന്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വെൽക്കം. നെക്സ്റ്റ് ഞാൻ പറയാം എൻ്റെ എക്സ്പീരിയൻസ്. എൻ്റെ പേര് വരുന്നത് ഹിത ജോൺ. ഞാൻ MSc ഇലക്ട്രോണിക്സ് ആയിരുന്നു പഠിച്ചിരുന്നത് സെന്റ് തോമസ് കോളേജിൽ. അന്നത്തെ കാലത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അപ്സ്കില്ലിംഗ് കോഴ്സിനെ കുറിച്ചിട്ടൊന്നും അങ്ങനെ ഒരു ട്രെൻഡിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അങ്ങനെ പറഞ്ഞിട്ടുള്ള അറിവുമില്ലായിരുന്നു. അപ്സ്കില്ലിംഗ് കോഴ്സ് പോവുക, ഏതെങ്കിലും ഒരു കോഴ്സിന് അഡീഷണൽ ആയിട്ട് പഠിച്ചിരിക്കുക, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നമ്മളത് കഴിഞ്ഞു ബാങ്ക് കോച്ചിങ്ങിനായിരുന്നു ഞാൻ പോയിരുന്നത്. ബാങ്ക് കോച്ചിങ്ങിന് പോയി, അത് കഴിഞ്ഞിട്ട് എൻ്റെ മാരേജ് കഴിഞ്ഞു. അപ്പൊ പിന്നെ അവിടെ ഒരു കരിയർ ബ്രേക്ക് ആവാൻ ഇടയായി. അപ്പോൾ പിന്നെ പിള്ളേരായി, പിന്നെ പിള്ളേരെ നോക്കുന്നതിലായി. പിന്നെ അവരെ പഠിപ്പ് കഴിഞ്ഞ് അവരൊരു സ്കൂളിലേക്ക് പോകാനുള്ള ഒരു സെറ്റിൽ ആയിപ്പാണ് എനിക്കൊരു കരിയർ ഗ്രോത്ത് വേണമെന്ന് എനിക്ക് തോന്നിയത്. ഞാൻ MSc എന്ന് പറഞ്ഞൊരു ഇലക്ട്രോണിക്സിന്റെ കോഴ്സ് പഠിച്ചിട്ട് ഞാൻ വീട്ടിലിരിക്കാന്ന് പറയുമ്പോൾ എനിക്കൊരു അതൊരു ഡിപ്രഷനിലേക്ക് പോകാൻ തോന്നി. അപ്പോൾ ഞാനൊരു കരിയർ ഗ്രോത്ത് എന്ന നിലയിലേക്ക് ഒരു അപ്സ്കില്ലിംഗ് കോഴ്സ് പഠിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. പക്ഷെ എൻ്റെ ഈ ഫീൽഡായിട്ട് എൻ്റെ ഡിഫറെന്റ് ആയിട്ട് ഒരു ഫീൽഡിലേക്ക് ഞാൻ പോയി. ഞാൻ ഇലക്ട്രോണിക്സ് എന്നൊരു ഫീൽഡാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ സ്കില്ലായിട്ട് പഠിച്ചിരിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഒരു കൊച്ചിയിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഞാൻ പഠിച്ചായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് അവിടെ ഇന്റേൺഷിപ്പ് ചെയ്തു. ദെൻ വേറൊരു കമ്പനിയിൽ എനിക്ക് ഹിയർ ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് ഞാൻ ജോയിൻ ചെയ്തു. സോ ഞാനൊരു ജോബിന് കയറുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഒരു കരിയർ ഗ്യാപ്പ് ഉണ്ടായതിനു ശേഷം ഇനിയൊരു ജോബ് എന്നൊരു സ്വപ്നം എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു അഡീഷണൽ കോഴ്സ് പഠിച്ചത് കൊണ്ട് എനിക്ക് ജോബ് എന്ന ഡ്രീമിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചു. അതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ആയിരുന്നു. അവിടെ മിനിമം സാലറി പോരെ 15,000-നാണ് ഞാൻ ഫസ്റ്റില് സാലറിക്ക് കയറിയിരുന്നത്. ദെൻ അവിടെ നമ്മുടെ എന്താ പറയുക സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്, അങ്ങനെ CRM അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന കുറെ സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പൊ നമ്മുടെ അതിനനുസരിച്ച് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലസ് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ സ്കില്ലും അതിലൂടെ തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. ദെൻ നമ്മുടെ ഓരോ വർഷം കൂടുന്തോറും നമ്മുടെ സ്കില്ല് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ കമ്പനിയിലേക്ക് പോയി, അതനുസരിച്ച് നമ്മുടെ സാലറിയും എനിക്ക് കൂടുന്നു. ഒരു 20,000-ന്റെ അടുത്തായിരുന്നു എൻ്റെ അടുത്ത് കഴിഞ്ഞ കമ്പനിയിൽ എനിക്ക് കിട്ടിയിരുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു തുടങ്ങി. അപ്പൊ നമുക്കൊരു കുറച്ചധികം ക്ലയൻസിന്റെ അടുത്ത് കിട്ടി. അപ്പൊ നമുക്ക് ഒരു കമ്പനി ബേസിൽ കിട്ടുന്നതിനേക്കാളും സാലറി നമ്മുടെ ഫ്രീലാൻസിങ് ചെയ്താൽ നമുക്ക് കിട്ടുന്നുണ്ട്, ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ഫ്രീലാൻസിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് ചേർന്നു. അങ്ങനെ ഒരു ആപ്പ് സ്കില്ലിംഗ് പഠിച്ചത് കൊണ്ട് എൻ്റെ കരിയറിൽ വലിയൊരു ഗ്രോത്ത് ഉണ്ടായെന്ന് തന്നെ പറയും. ഇപ്പോൾ ആപ്പ് സ്കില്ലിംഗ് എന്തായാലും പഠിച്ചിരിക്കേണ്ടത് ഒരു അത്യാവശ്യമാണെന്ന് തന്നെ എൻ്റെ ഒരു ലൈഫ് അനുസരിച്ച് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതാണ് ജസ്റ്റ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് കടക്കാം. ദെൻ നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് പഠിച്ചതിന് ശേഷം, അപ്പ് സ്കില്ലിംഗ് പഠിച്ചതിന് ശേഷം നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ ഉണ്ടായ ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്ലി മെൽഫിൻ സാറിനെ തന്നെ ഇതിനു വേണ്ടി ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. നമുക്ക് ആദ്യത്തെ എൻ്റെ പ്രൊഫഷണലി എൻ്റെ ഒരു ഫസ്റ്റത്തെ അപ്പ് സ്കിൽ എന്ന് പറയുന്നത് ഡിപ്ലോമ സെക്കൻഡ് ഇയറിൽ പഠിച്ച സമയത്ത് ഞാൻ തൃശ്ശൂർ പോയിട്ട് പ്രൊഡക്റ്റ് ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതില് ഓട്ടോകാഡ് 2D 3D പിന്നെ സോളിഡ് വർക്ക് പിന്നെ അതുപോലെ കാറ്റിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3 സോഫ്റ്റ്വെയറിന്റെ ഒരു ട്രെയിനിങ് ആയിരുന്നു. അത് ഏകദേശം ഒരു 4 months ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കോളേജിൽ പഠിച്ച സമയത്ത് ഒരു വർഷക്കാലം ഫുള്ളായിട്ട് നീണ്ടു നിന്നിരുന്നു. നമ്മൾ സാറ്റർഡേയും സൺഡേ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു ആദ്യത്തെ ഒരു അപ്സ്കില്ലിംഗ് കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ദുബായിൽ പോയി എക്സ്പീരിയൻസ് ആയി തിരിച്ചു വന്നതിന് ശേഷം MEPയുടെ ഒരു കോഴ്സ് ചെയ്തു. MEPയുടെ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് മുംബൈയിൽ വെച്ചിട്ട് നമ്മുടെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു. കൊളീഗിന്റെ അടുത്ത് പോയിട്ട് താമസിച്ചിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു 7-8 മാസം നമ്മൾ ട്രെയിനിങ് ചെയ്തു കണ്ടിന്യൂസ് ആയിട്ട്. വിത്ത് ജോബോട് കൂടിയുള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു. അങ്ങനെ 2 ട്രെയിനിങ് ആണ് എന്റെ കരിയറിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. അതിൽ എടുത്തു പറയാനുള്ള ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് MEP ട്രെയിനിങ് ആയിരുന്നു. MEP ട്രെയിനിങ്ങിനുള്ളിൽ ഓട്ടോകാഡ്. ഫസ്റ്റ് ഞാൻ തൃശ്ശൂർ പോയി പഠിച്ച ഓട്ടോകാഡിന്റെ ഒരു നോളജും അതിൽ നിന്ന് കുറച്ചുകൂടി അഡ്വാൻസ് ആയിരുന്നു രണ്ടാമത് അപ്സ്കിൽ ചെയ്ത സമയത്ത് MEPയിൽ ഉണ്ടായിരുന്ന ആ ഓട്ടോകാഡിന്റെ ട്രെയിനിങ് ആയിരുന്നു. അപ്പൊ എന്റെ ഒരു ഗ്രോത്തിന്റെ ഒരു ലെവൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം ഓട്ടോകാഡിന്റെ ഒരു സ്കില്ലാണ്. നമ്മൾ ഏത് സോഫ്റ്റ്വെയർ അഡ്വാൻസ് സോഫ്റ്റ്വെയറുകൾ പഠിച്ചാലും ബേസിക് ലെവൽ എന്ന് പറയുന്നത് ഓട്ടോകാഡ് 2D and 3D ആണ്. ഇതിലുള്ള ടൂൾസും മോഡിഫിക്കേഷൻ ആ
ആ കമാൻഡ്സ് ഒക്കെയാണ് നമ്മൾ പിന്നീട് അഡ്വാൻസ് ലെവലിലുള്ള ആഡ് ഓൺ ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ പഠിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരും. ഡിസൈനിങ് സെക്ഷനിലേക്ക് പോവായാലും റിവറ്റ് ആയാലും ഈ പറ്റിയുള്ള നോളജ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് എന്റെ ലൈഫിൽ തന്നെ ഒരു അപ്സ്കില്ലിങ് കൊണ്ട് എന്ത് മാറ്റം. എഞ്ചിനീയറിംഗ് ജസ്റ്റ് പഠിച്ചതിലുപരി അപ്സ്കില്ലിങ് നമുക്ക് അത്യാവശ്യമാണ്. അതില്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഒരു ഡിഗ്രി ആയിട്ട് നമ്മുടെ കയ്യിൽ വെക്കുക. അപ്സ്കില്ലിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് കറണ്ട് മാർക്കറ്റിലെ ട്രെൻഡിനനുസരിച്ചുള്ള ജോബുകൾ നമുക്ക് കിട്ടും. അപ്പോ അതാണ് എന്റെ എക്സ്പീരിയൻസ്. താങ്ക് യു. നെക്സ്റ്റ് അനസിനെ വിളിക്കുന്നു, ഇൻവൈറ്റ് ചെയ്യുന്നു. പ്രൊഫഷണൽ ലൈഫിലുണ്ടായ ചേഞ്ചസ് എന്താണെന്ന് ഷെയർ ചെയ്യാവോ അനസ്? ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കുന്നില്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ അനസ്, കേൾക്കാം. ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ, സ്ക്രീൻ സ്റ്റക്ക് ആയിട്ടിരിക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഞാൻ 2019 ഡിപ്ലോമ പാസ്സായത്. അപ്പൊ ഈ ഡിപ്ലോമ പാസ്സാവുന്നതിന്റെ ഇടയിൽ തന്നെ കുറച്ച് നമ്മളെ സെന്ററിൽ ഇങ്ങനെ കുറെ ക്യാറ്റ് സെന്ററിൽ നിന്നും അല്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഡെമോ ക്ലാസ്സിനൊക്കെ ആൾക്കാർ വന്നിരുന്നു. അപ്പൊ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത റെവിറ്റ് MEP എന്ന് പറയുന്ന ഒരു കോഴ്സും AutoCAD എന്ന് പറഞ്ഞ കോഴ്സാണ് അവർ നമുക്ക് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അവരെ ലൈവ് സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ട് എനിക്ക് കുറച്ചും കൂടി ഇമ്പ്രസ് ആയി. പിന്നെ കൂടാതെ എന്റെ അളിയന് ഇലക്ട്രിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, പുറത്ത് നമ്മളെ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ മൂപ്പരാളും പറഞ്ഞു റെവിറ്റ് MEP എന്ന് പറഞ്ഞ കോഴ്സ് എന്തുകൊണ്ടും നല്ലതാണ്, നീ ഡിപ്ലോമ ഇലക്ട്രിക്കൽ അല്ലേ എടുത്തത്, നല്ല സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് നോക്കി നമ്മളെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഒരു ക്യാറ്റ് സെന്ററിൽ പോയിട്ട് പഠിക്കുകയാണ് ചെയ്തത്. അപ്പൊ എൻ്റെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ സൈറ്റ് സൂപ്പർവൈസർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് സൈറ്റ് സൂപ്പർവൈസർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഈ AutoCAD എൻ്റെ ഡിഫറെന്റ് ആണ്. നമ്മൊരു സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന AutoCAD മാതിരിയല്ല നമ്മൾ വർക്കിങ്ങിലായാലും നമുക്ക് പുതിയ നോളജ് ഉണ്ടാവും. അതായത് അപ് സ്കില്ല് ചെയ്യും, നമ്മളുടെ സ്കില്ല് കുറച്ചുകൂടി ഡെവലപ്പ് ആവും. ഇപ്പൊ നമുക്ക് പല ഷോർട്ട് കട്ടുകളും പല ലിസ്പ് ടൂളുകളും, അതായത് ഇപ്പൊ ഒരു റൂമിൽ ലൈറ്റിങ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അഡീഷണൽ ആയിട്ട് നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ലിസ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കുറെ ടൂളുകളും കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് അവിടെ നിന്നാണ് പഠിച്ചത്. പിന്നെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, മൂപ്പരാള് ഈ ഫീൽഡിൽ വർക്ക് ചെയ്തതാണ്. അപ്പൊ അവന്റെ കമ്പനിയിലത്തെ കുറച്ച് ഫയൽസും ഡോക്യുമെന്റ്സും ഒക്കെ എനിക്ക് അയച്ചു തരണ്ടായി. അപ്പൊ അതില് എൻ്റെ ഡിഫറെന്റ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നമ്മളെ നോർമൽ ഇപ്പൊ കേരളത്തിൽ ചെയ്യുന്ന വർക്കല്ല, ഇപ്പൊ ഗൾഫിലത്തെ വർക്കും കമ്പാരിറ്റീവ്ലി ഡിഫറെന്റ് ആണ്, എൻ്റെ ഡിഫറെന്റ് ആണ്. അവിടെ ഉപയോഗിക്കുന്ന ടൂൾസ് ആയാലും അവിടെ ഇരിക്കുന്ന കാര്യങ്ങളായാലും. അങ്ങനെ ഞാൻ യൂട്യൂബും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് ഞാനൊരു ഓൺലൈൻ കോഴ്സ് വേറെ അഡീഷണൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് എൻ്റെ സ്കില്ല് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഓൺലൈൻ അവോധ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ കോഴ്സ് ഉണ്ട്. അപ്പൊ അവിടെ റെക്കോർഡ് ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്ത് തന്നിരുന്നത്. അപ്പൊ ആ റെക്കോർഡ് ക്ലാസ് കേട്ട് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി. ഇന്റർവ്യൂവിന് പോയാലും നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ലെവലിലുള്ള ആൾക്കാരല്ല ഇന്റർവ്യൂ സെലക്ട് ചെയ്യുക. നമ്മളെ കൊണ്ട് ഒരു ടൈമിങ് നോക്കി നമുക്ക് വരക്കാനുള്ള ഒരു ഡ്രോയിങ് തരാണ് ചെയ്യുക. ആ ഡ്രോയിങ് നമ്മൾ എത്ര ടൈമിലാണ് നമുക്ക് വരക്കുന്നത്, നമ്മൾ എന്തൊക്കെ ടൂളാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് അവര് നമ്മളെ വീക്ഷിച്ചിട്ടാണ് നമ്മളെ സെലക്ട് ചെയ്യുക. അങ്ങനെ ഞാൻ ഈ AutoCAD പഠിച്ചു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് 2-3 ഇന്റർവ്യൂ പോയിട്ട് അവര് പറഞ്ഞു നീ ബേസിക് AutoCAD അല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ലെവലാണ് വേണ്ടത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു CAD സെന്ററിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു അഫിലിയേറ്റഡ് സ്ഥാപനത്തിൽ വന്ന് പഠിച്ചതിന് ശേഷം നമ്മൊരു ഇന്റർവ്യൂവിന് പോയിട്ട് നമുക്ക് അങ്ങനെ ഒരു കേൾക്കുമ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ അപ്പൊ എന്താന്നുള്ളൊരു തോട്ട് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. അങ്ങനെ യൂട്യൂബ് റെഫർ ചെയ്യുമ്പോഴാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു CAD സെന്റർ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥാപനത്തിൽ പഠിപ്പിച്ചു തരുന്നത്. നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ഇപ്പൊ യൂട്യൂബിലായാലും നമുക്ക് വരുന്ന ഡൗട്ടുകളായാലും. അങ്ങനെയാണ് ഞാൻ ഈ അവോധ എന്ന് പറഞ്ഞൊരു കോഴ്സും കൂടി അഡീഷണൽ ചെയ്യണ്ടായി. ഓൺലൈൻ കോഴ്സ് തന്നെയാണ്, നമുക്ക് അവരെ ഇതില് റെക്കോർഡ് ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടും പിന്നെ എന്റെ കൂട്ടുകാരൻ ത്രൂ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ലെവൽ AutoCAD എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ AutoCAD ബേസിക് ആണ്. ആ ബേസിക്കിൽ തന്നെ കുറച്ചും കൂടി അഡ്വാൻസ് കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ ഓയിൽ ഒബ്ജക്റ്റ്, ഹൈപ്പർ ലിങ്ക്, അങ്ങനത്തെ കുറെ ടൂളുകൾ ഉണ്ട്. ഇപ്പൊ എക്സ്റ്റേണൽ റെഫറൻസ് തന്നെ പല ടൈപ്സ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് നല്ലൊരു സ്കോപ്പ് ഉണ്ട്. പിന്നെ അതുകൂടാതെ റെവിറ്റ് MEP എന്ന് പറയുന്നത് നമുക്കിപ്പോ അറിയാം,
ഓരോ സ്ഥലത്തും ഡിഫറെന്റ് ആണ്. ഇപ്പോ നമുക്ക് ചില്ലർ യൂണിറ്റ് വരുന്നുണ്ട്. ഇപ്പൊ ഒരു സ്ഥാപനം തണുപ്പിക്കാൻ വേണ്ടിട്ട് പല പല യൂണിറ്റുകളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അറിയണം. നമുക്ക് നമ്മൾ ബേസിക്കലി ഒരു ടൂള് ഒരു കാര്യമാണ് പറഞ്ഞു തരാം. ഒരു ബേസിക് ഒരു പ്രൊജക്ട് വെച്ചിട്ടാണ് നമുക്ക് ക്ലാസ് അവർ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അത് കൂടാതെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മ കുറച്ചും കൂടി ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ. വർക്ക് എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്. നമുക്ക് നന്നായിട്ട് ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ട് അറിയണം. നമുക്കിപ്പോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു എന്നുള്ളതല്ല എല്ലാ കാര്യം, നമ്മൾ എത്രത്തോളം ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട് അതിലാണ് കാര്യം. ഓക്കെ, അപ്പൊ എന്റെ അപ് സ്കില്ലിംഗ് എന്ന് പറഞ്ഞത് ലൈഫ് ചേഞ്ചിങ് ഉണ്ടായി. ഞാനിപ്പോ ഈ ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ബികോം എടുത്തെന്ന് കരുതിയിട്ട് ഞാൻ ഈ ഫീൽഡ് വിട്ട് പോകില്ല. കാരണം നമുക്കിത് കുറച്ചും കൂടി അഡാപ്റ്റ് ആയി സിറ്റുവേഷൻ. ഓക്കെ, ഇതാണ് എന്റെ അപ് സ്കില്ലിംഗ് എന്ന് പറയുന്നത്. Okay, thank you, Anas. Next we go to Kavya. എൻ്റെ അപ് സ്കിൽ എന്ന് പറയുമ്പോൾ ഞാൻ സിവില് ഫസ്റ്റ് ഗ്രാജുവേഷൻ 16 കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഞങ്ങളുടെ ഒരു സാർ വഴി തന്നെ ജസ്റ്റ് ബേസിക് ആയിട്ട് ഓട്ടോക്യാഡ് 2Dയുടെയും 3Dയുടെയും കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു പ്രൈമവേറ എന്ന് പറയുന്ന പ്ലാനിങ് സോഫ്റ്റ്വെയർ മാത്രം നമ്മൾ ആദ്യം ആ സാർക്ക് അറിയുന്ന കുറച്ച് സാറിനെ കുറിച്ച് സാറ് പറഞ്ഞുതരാന്നുള്ള രീതിയിൽ ഞങ്ങൾ കുറച്ച് പ്ലാനിങ്ങിന്റെ സോഫ്റ്റ്വെയർസും ഈ ഓട്ടോക്യാഡ് 3Dയിലുള്ള 3D ഒന്നും അന്ന് നമ്മൾ സിവിൽ അക്കാഡമിക്സിൽ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാറ് വഴിയാണ് ബാക്കി 2D 3D ഐസോമെട്രിക് ഡ്രോയിങ് എങ്ങനെയാണ് അതെല്ലാം പഠിച്ചത് ബിടെക് കഴിഞ്ഞിട്ടാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഫസ്റ്റ് കയറിയതിൽ ജസ്റ്റ് ഓട്ടോക്യാഡ് ഡ്രാഫ്റ്റിംഗ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും ആ ഒരു അപ് സ്കിൽ കൊണ്ട് അത്ര ഒരു അന്ന് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഡ്രാഫ്റ്റിംഗ് വരെ ജോലിയിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് എംടെക് കഴിഞ്ഞിട്ട് പിന്നെ അപ് സ്കിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ റെവിറ്റ് എന്നുള്ള സോഫ്റ്റ്വെയർസിലേക്ക് എത്തുന്നത്. പക്ഷെ ബേസിക് എന്ന് പറയുന്നത് ഇപ്പൊ ഈ സാർ മെഫിൻ സാറെല്ലാം പറഞ്ഞ പോലെ ഓട്ടോക്യാഡ് എന്ന് പറയുന്നത് എപ്പോഴും ബേസിക് തന്നെയാണ്. ഓട്ടോക്യാഡ് ഇപ്പൊ നമുക്ക് 2Dയും 3D അറിയാന്ന് വെച്ചാൽ നമുക്ക് റെവിറ്റും അതിന്റെ എല്ലാം ഈസി ആയിട്ട് പഠിക്കാം. കാരണം അത് കുറേ സിമിലാരിറ്റി ഉണ്ട്. വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കിപ്പോ ഒരു ഓട്ടോക്യാഡ് അറിയാമെങ്കിൽ അതാണ് ഏറ്റവും ആദ്യം ഇവോൾവ് ചെയ്തത്. ഓട്ടോക്യാഡ് ഇവോൾവ് ചെയ്തതാണ് ആദ്യം. അതിന് നമ്മൾ ബേസിക് ഫുൾ അറിയാമെങ്കിൽ നമുക്ക് ഈ റെവിറ്റ് പഠിച്ചെടുക്കാനും ബാക്കി പുതിയതായിട്ട് വന്നിട്ടുള്ള സോഫ്റ്റ്വെയർസിലെ സ്കിൽ സെറ്റ് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. കാരണം കുറേ ടൂൾസ് സിമിലർ ആണ്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഓരോ പ്രൊജക്റ്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് കുറെ ടൂൾസ് എടുക്കുന്നതും അത് ഉപയോഗിക്കുന്നതും അതിന് പുറത്ത് കിടക്കുന്നതെല്ലാം കുറെ സിമിലാരിറ്റി കാര്യങ്ങളുണ്ട് ഓട്ടോക്യാഡ് റെവിറ്റ് എങ്ങനെയാണ് നോക്കുകയാണെങ്കിൽ. എന്നിട്ട് PG കഴിഞ്ഞിട്ട് അപ് സ്കിൽ ചെയ്യുമ്പോൾ PG ഓൾറെഡി സ്ട്രക്ചറൽ തന്നെ ചെയ്തുകൊണ്ട് എനിക്ക് സ്ട്രക്ചർ തന്നെ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് ആദ്യം ഞാൻ ലിങ്ക്ഡിൻ ലേണിംഗ് ഒക്കെ വഴി ഓൺലൈനായിട്ട് തന്നെ റെവിറ്റ് സ്ട്രക്ചർ ഒക്കെ പഠിച്ചെടുക്കാൻ നോക്കി. പക്ഷെ അതൊക്കെ നമുക്ക് റെക്കോർഡഡ് ക്ലാസ് ആണ്. പക്ഷെ റെക്കോർഡഡ് ക്ലാസ് ഒക്കെ ആകുമ്പോൾ ലൈവ് ക്ലാസ്സസ് പോലെയല്ലല്ലോ, നമ്മൾ തന്നെ ഇരുന്ന് കണ്ട് പഠിച്ചുണ്ടാക്കണം. അപ്പൊ അത് നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്കൊരു ലേസിനെസ് വന്നാൽ അതിന്റെ ഇത് പോകും. ലൈവ് ക്ലാസ്സസ് ഒക്കെ ആകുമ്പോഴേ നമുക്ക് നന്നായിട്ട് അപ്പപ്പോ ഡൗട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യാനും അങ്ങനെയെല്ലാം പറ്റുള്ളൂ. റെക്കോർഡഡ് വേർഷൻ മാത്രമാകുമ്പോൾ നമുക്ക് അതിന് കിട്ടില്ല. പിന്നെ പ്രൊജക്ട്സ് അവർ തരുന്നതാണെങ്കിൽ നമ്മളായിട്ട് എഫേർട്ട് ഇടണം. അപ്പൊ നമുക്ക് ലേസിനെസ് വന്നാൽ പോകും. അപ്പൊ പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ചേരുമ്പോൾ എന്താ ഗുണം വെച്ചാൽ അവിടുന്ന് തന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സസ് കിട്ടും. അത് മെന്റർ സപ്പോർട്ട് കിട്ടും. നമുക്ക് അപ്പപ്പോ ഡൗട്ട്സ് ക്ലിയറിങ് കിട്ടും. അങ്ങനെയാണ് ഞാൻ പിന്നെ ബിം ലാബ്സിന്റെ ഒരു കോഴ്സിന് ചേർന്നത്. അവിടുന്ന് എനിക്ക് ഓൾറെഡി സ്റ്റാഡ് പ്രോയും ഈ ടാബ്സും ഞാൻ അക്കാഡമിക്സിൽ പ്രൊജക്ട് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു പഠിച്ചെടുക്കാൻ. എന്നാലും അത് കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് തന്നെ കിട്ടിയ ഒരു ജോബിന്റെ ഇന്റർവ്യൂവിൽ ആദ്യം ഒരു ട്രേസ് ടെക് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയായിരുന്നു. അപ്പൊ അവർ ഫസ്റ്റ് തന്നെ HR റൗണ്ടിന് വിളിച്ചു. അത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് അവർ വിളിക്കുന്നത് ടൂൾ ടെസ്റ്റിനാണ്. ടൂൾ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അവര് എനിക്ക് ഒരു ഇത് തന്നിട്ടുണ്ട്, ഒരു കോളം ഡിസൈൻ ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പൊ ഈ കോളം ഞാൻ ഇത്ര ടൈമിനുള്ളിൽ റെവിറ്റ് സ്ട്രക്ചറിൽ മോഡൽ ചെയ്ത് അതിന്റെ ബീമും അതിന്റെ ഉള്ളിലെ സ്റ്റീൽ ബാർ ഡീറ്റെയിലിങ്ങും അതെല്ലാം ഡീറ്റെയിലിംഗ് ചെയ്തിട്ട് ഞാൻ അവർക്ക് സബ്മിറ്റ് ചെയ്യണം. അന്നേരം റെവിറ്റ് സ്ട്രക്ചർ ഞാൻ ഫസ്റ്റ് കുറച്ചേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അപ്സ്കിൽ ചെയ്ത് കഴിയുമ്പോഴേക്കും എനിക്ക് ആ വിത്തിൻ ടൈം ലിമിറ്റിൽ അത് കംപ്ലീറ്റ് ചെയ്യാനും അങ്ങനെ ഒരു ടൂൾസ് അറിയുന്നതിന്റെയും അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് PG കഴിഞ്ഞിട്ടുള്ള ഒരു അപ്സ്കില്ലിങ് റെവിറ്റ് MEP റെവിറ്റ് സ്ട്രക്ചർ ആണ്. MEP ഞാൻ ജസ്റ്റ് അതിന്റെ ബേസിക്സ് മാത്രമേ പ്ലംബിങ്ങും
ഇലക്ട്രിക്കൽ വർക്ക്സിന്റെ ജസ്റ്റ് ബേസിക്സ് ഇതിനായിട്ട് ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ റെവിറ്റ് ഫസ്റ്റ് കോഴ്സിൽ വരുമ്പോൾ സിവിൽ ബേസ്ഡ് ആണെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഉള്ളിലാണ് എല്ലാ സോഫ്റ്റ്വെയർസ് ഇപ്പൊ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് റെവിറ്റിന്റെ ബേസിക് ആയിട്ട് ആദ്യം ആർക്കിടെക്ചർ പഠിക്കും, പിന്നെ സ്ട്രക്ചർ പഠിക്കും, പിന്നെ MEP പഠിക്കും. അപ്പൊ ഇത് സ്ട്രക്ചറാണ് നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ സ്ട്രക്ചറിനെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് പഠിക്കുന്നില്ല. ഇപ്പൊ അനസ് MEP ആയതുകൊണ്ട് MEP അവൻ അഡ്വാൻസ്ഡ് ആയി പഠിക്കുന്നു എന്നുള്ള പോലെ. അപ്പോ അത് കഴിഞ്ഞിട്ടുള്ള ആ ഇന്റർവ്യൂ എനിക്ക് ക്രാക്ക് ചെയ്ത് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അന്നേരം ലൈവ് പ്രൊജക്റ്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ ആ അപ്സ്കില്ല് എത്രത്തോളം എവിടെ നിന്ന് എടുത്തു, എത്രത്തോളം നമ്മൾ അതിന് എഫേർട്ട് ഇട്ടു എന്നുള്ളതാണ്. ഒരു തന്നെ നമ്മളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ ഈ യൂട്യൂബ് ആണെങ്കിലും നമുക്ക് നല്ലപോലെ നമ്മളായിട്ട് എഫേർട്ട് ഇടാണെങ്കിൽ നമുക്ക് കൂടുതൽ പഠിക്കാം. പക്ഷെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അല്ലെങ്കിൽ ഒരു അക്കാഡമിയുടെ അണ്ടറിലാകുമ്പോൾ നമുക്ക് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സസും മെന്റർ സപ്പോർട്ട് എല്ലാം കിടുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിൽ ഇൻപുട്ട് കൊടുക്കാൻ ഒരു ഹോണസ്റ്റി നമ്മൾ കാണും എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് പറയാവോ നമ്മുടെ ഈ സ്കില്ല് പഠിച്ചത് കൊണ്ട് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ ഉണ്ടായ ചേഞ്ചസ്? ഹലോ, ഓഡിബിൾ ആണോ? ഹലോ 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 കാവ്യ, സംസാരിച്ചോളൂ. ഓഡിബിൾ അല്ലേ ഇപ്പൊ? ഓക്കെ. പ്രൊഫഷണൽ കൂടി ഒന്ന് പറയാം. ആഫ്റ്റർ അപ്സ്കില്ലിംഗ് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ അപ്സ്കില്ലിംഗ് കോഴ്സസിന് ഒരു അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എക്സ്പീരിയൻസ് വൈസ് നോക്കുകയാണെങ്കിലും ഡിഗ്രിയും PG അല്ല, പക്ഷെ ഒരു വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ നോളജോ ഒരു സ്കിൽ സെറ്റ് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്റെ പ്രൊഫഷണൽ ലൈഫിൽ നോക്കുമ്പോൾ മുന്നേ ഉണ്ടായിരുന്ന ഒരു സൈറ്റ് വർക്കിനെക്കാട്ടിലും എത്രയോ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എനിക്കിപ്പോ തന്നെ ലൈസൻസ് എടുത്ത് സ്ട്രക്ചറൽ ഡിസൈൻ തന്നെ ചെയ്തു കൊടുക്കാമെങ്കിൽ അത്രത്തോളം ഞാൻ ഇവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മെയിൻലി അപ്സ്കില്ല് ചെയ്തതിന്റെ ഒരു അഡ്വാൻറ്റേജ് കൊണ്ട് മാത്രമാണ്. മറ്റേതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സൈറ്റ് വർക്ക് എന്നുള്ള പോലെ ഒരു ചെറിയ ജോബിലെ നിന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു കോഴ്സസിന്റെയും നമ്മൾ എടുക്കുന്ന ഒരു എഫേർട്ടിന്റെയും ഇത് കാരണം നമുക്ക് തോന്നുന്നു, എനിക്ക് ഇപ്പൊ ഈ ഇവോൾവ് ചെയ്ത് ഇപ്പൊ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിട്ട് നമുക്ക് തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ അത് ഞാനിപ്പോ PG എല്ലാം കഴിഞ്ഞ് റെവിറ്റിലും റെവിറ്റ് സ്ട്രക്ചറും മെയിനായിട്ട് റെവിറ്റ് സ്ട്രക്ചർ ആർക്കിടെക്ചറിലും സ്റ്റാറ്റ് പ്രോയിലെല്ലാം ഞാൻ കോഴ്സ് എടുത്ത് അവിടുത്തെ വർക്ക് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്ത് നോക്കി അതിന്റെ ടൂൾസും എല്ലാം ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് ആണ് എനിക്ക് തോന്നുന്നു എനിക്കിപ്പോ ഫ്രീലാൻസ് ആയിട്ട് തന്നെ അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നു. That's all. Thank you. Thank you. Next we go to Femi. യെസ്, എന്റെ ഒരു പ്രൊഫഷണൽ ഗ്രോത്ത് അതിനേക്കാൾ ഉപരി ഞാൻ എൻ്റെ ഒരു സ്റ്റഡീസ് പറയുകയാണെങ്കിൽ ഞാൻ അതൊരു ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്ത ഒരാളായിരുന്നു. ദെൻ എനിക്ക് ലാറ്ററൽ എൻട്രി എഴുതി, അതിനുശേഷം എനിക്ക് ബിടെക്കിന് കിട്ടി. അങ്ങനെ ഞാൻ വിദ്യയിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അപ്പൊ ഞാൻ ആ കോഴ്സ് കഴിഞ്ഞ് എനിക്ക് ഡിപ്ലോമയിൽ എനിക്കൊരു ബേസിക് ആയിട്ടുള്ള നോളജ് ഓട്ടോകാഡിനെ കുറിച്ച് കിട്ടിയിരുന്നു. ദെൻ എന്റെ ബിടെക്കില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിലബസിൽ അവർ ഓട്ടോകാഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഒരു 10 years ബിഫോർ 2013 ഞാൻ പാസ് ഔട്ട് ആയത്. ആ ഒരു സിലബസിലെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഒരു ഓട്ടോകാഡ്. ദാറ്റ് മീൻസ് 10 years മുന്നേ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ ഓട്ടോകാഡ് എന്താണ്, അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയറിന്റെ എന്താണ് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ആവശ്യം എന്നുള്ള സിലബസിലേ നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പുറത്തേക്ക് ഒരു ജോലി ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഓട്ടോകാഡ് പുറത്തുനിന്ന് ആസ് യൂഷ്വൽ പഠിക്കേണ്ടതായിട്ട് വന്നു. അല്ലെങ്കിൽ മുന്നുള്ള എക്സ്പീരിയൻസ്ഡ് ഉള്ള ആൾക്കാർ നമ്മൾ ഷെയർ ചെയ്തിരുന്നു, അല്ലെ നമ്മളൊരാൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. യെസ്, അങ്ങനെ ഒരാള് പറഞ്ഞത് കൊണ്ടാണ് നമ്മളത് ഓൾറെഡി നമുക്ക് ഒപ്റ്റ് ചെയ്യാൻ കാരണമായത്. അപ്പൊ ആസ് യൂഷ്വൽ എല്ലാവരും പറഞ്ഞ പോലെ നമ്മൾ ചേർന്നു ഓട്ടോകാഡിന് ഒന്നും കൂടി എങ്ങനെയാണ് പഠിച്ചതിനുള്ള ബേസിക് കൂടാതെ കുറച്ചും കൂടി നോളജിന് വേണ്ടി നമ്മൾ കോഴ്സ് ചേർന്ന് പഠിച്ചു. അപ്പൊ തന്നെ MEP പഠിച്ചു. അപ്പൊ പിന്നെ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പോയപ്പോ നമുക്ക് മനസ്സിലായി നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും അല്ല, എങ്ങനെയാണ് യൂസ് ചെയ്യുക, എവിടെയാണ് യൂസ് ചെയ്യുക. ഇപ്പൊ നമുക്കറിയാം ഇലക്ട്രിക്കൽ ആണ്, നമുക്ക് അറിയാൻ വയറിംഗ് ഉണ്ട്, ലൈറ്റിംഗ് ഉണ്ട്, അങ്ങനെ പല പല മേഖലകളുണ്ട്. നമുക്കറിയാം ഇലക്ട്രിക്കൽ എന്തൊക്കെയാണ്. ഒപ്പം തന്നെ മെക്കാനിക്കലിന്റെ കൂടി സൈഡ് നമുക്ക് ആവശ്യമായിട്ട് വരും.
പല പല കാര്യങ്ങൾ നമുക്ക് പറയാം, മീൻസ് പഠിക്കണം, അതുപോലെ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ മീൻസ് കറണ്ട് ഇൻഡസ്ട്രിയിൽ എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ കറണ്ട് കൺസ്ട്രക്ഷനിൽ എന്താണ് നടക്കുന്നത്, നമ്മൾ പഠിച്ച നോളജ് പ്ലസ് ഈ പുറത്തുനിന്നുള്ള അറിവ് കൂടിയാൽ മാത്രമാണ് നമുക്ക് ഇത് യൂസ് ആയിട്ട് നമുക്ക് ഒപ്പം തന്നെ കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി, ഇപ്പൊ നമ്മൾ വെറുതെ വരച്ചാൽ പോരാ, അവിടുത്തെ ലൈസൻസ് എടുക്കണം, അതിന് അപ്രൂവൽ വേണം. ഓരോ സ്ഥലത്തും എങ്ങനെയാണ് നമുക്ക് ഓരോ സ്ഥലത്തും ചെല്ലുമ്പോഴാണ് അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു സോഫ്റ്റ്വെയർ പഠിച്ചിട്ട് നമുക്ക് അവിടെ ഒരുമിച്ച് അത് ഒരു ഫിക്സ് ആക്കി ഫൈനലൈസ് അത് അവിടെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യലല്ല നമുക്ക് വേണ്ടത്. അതിൽ നമുക്ക് ഗ്രോത്ത് എപ്പോഴും എപ്പോഴും എവിടെ പോകുമ്പോഴും നമ്മൾ അത് ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് എവിടെയാണ് യൂസ് ചെയ്യുക, എന്തുകൊണ്ടാണ് നമ്മൾ ഈ കോഴ്സ് ആണോ, ഈ കോഴ്സ് പഠിച്ചിട്ടാണോ ഇത് ചെയ്തിട്ടുണ്ടാവുക, എന്തുകൊണ്ടാണ് ചെയ്തത്, നമ്മൾ ഇങ്ങനെ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ പിന്നെ അടുത്ത ലെവലിലേക്ക് ഞാൻ പോയപ്പോ പറയാം, ഞാനൊരു IT-യിലാണ് വർക്ക് ചെയ്തിരുന്നത്. സോ എന്റെ ജോലി എന്ന് വെച്ചാൽ ഞാൻ എഡ്യൂക്കേഷൻ പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ നമ്മള് കറന്റ്ലി നമ്മൾ പഠിച്ചത് എന്താണോ ഒപ്പം തന്നെ നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് അടക്കമാണ് ഒരു സ്റ്റുഡൻസിനെ ഷെയർ ചെയ്യണത്. നമ്മളിൽ കൂടെയാണ് ആ സ്റ്റുഡൻസ് നമ്മൾ ആ ഒരു മീൻസ് ഇലക്ട്രിക്കൽ വേൾഡിൽ തന്നെ അവർ കാണുന്നത്. അപ്പൊ നമ്മൾ പറയുന്നതിൽ കുറച്ചുകൂടി മെച്ചൂർഡ് ആവണം, നമ്മുടെ സ്കില്ല് നമ്മൾ കൂട്ടണം. അപ്പൊ പ്രൊഫഷണൽ ഒന്നും കൂടി നമ്മൾ ചേഞ്ച് ആവാണ്, നമ്മൾ പഠിപ്പിക്കണു, നമ്മൾ പറഞ്ഞു കൊടുക്കണു. അങ്ങനെ അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മൾ ഇതുകൊണ്ടൊന്നും നിൽക്കാൻ പോരാ, നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആണ്. നമ്മൾ എപ്പോഴും ഈ കാലത്തിനനുസരിച്ച് നമ്മൾ കോലം മാറാന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഓട്ടോകാഡ് ആണ് ആദ്യം യൂസ് ചെയ്തത്. ഇപ്പൊ നമുക്കറിയാം MEP, റിവറ്റ്, പിന്നെ ഇപ്പൊ എന്താണ് ഓരോന്നിലും സ്പെഷ്യലായി ഓരോ കോഴ്സുകൾ വന്നിരിക്കുന്നു. ലൈറ്റിംഗ് ഉണ്ട്, HVAC പ്രൈമറി, പല കോഴ്സുകളുണ്ട്. ഞാൻ എന്റെ ഭാഗം പറയുകയാണെങ്കിൽ ലൈറ്റിംഗ് ആണ്, എസ്റ്റിമേഷൻ ആണ്, അങ്ങനെ പല ഭാഗങ്ങളുണ്ട്. ഓരോന്നിനും അതിൻ്റെതായിട്ട് കോഴ്സുകളുണ്ട്. ഓരോ കോഴ്സുകൾ പഠിക്കുന്നതോറും നമ്മുടെ ആ സെലക്ടഡ് പോർഷനിലേക്കുള്ള അറിവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മൾക്ക് ജോലി ചെയ്യലല്ല, വേറെ ആളുടെ അണ്ടറിൽ ജോലി ചെയ്യലല്ല, നമ്മൾ ഒരു എന്റർപ്രണർ ആയിട്ട് തീർന്നിരിക്കുകയാണ്. കാരണം എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഞാൻ അത്ര പ്രാപ്തമായിരിക്കണമെന്ന് ഏകദേശം പറയാം. കാരണം നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്രൊഫഷണൽ ഏറ്റവും വലിയ അപ്സ്കില്ലിംഗ് കൊണ്ട് എനിക്ക് കിട്ടിയെന്ന് പറയാം. ആ അപ്സ്കില്ലിംഗ് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് ഷുവറാണ് എനിക്കത് ഷെയർ ചെയ്യാൻ നിങ്ങളായിട്ട് പറ്റും. കാരണം ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമുക്കറിയാം, എൻ്റയർലി GCC-യിൽ ചെയ്തപ്പോൾ ഓൾറെഡി മാറി. ഇവിടുത്തെ നമ്മൾ പഠിച്ച കാര്യങ്ങളോ ചെയ്ത കാര്യങ്ങളോ ഇന്ത്യയിലത്തെ കാര്യങ്ങളോ അല്ല, ഫുൾ ഡിഫറൻസ് ആണ്. സോ നമ്മൾ അതിൽ വെച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തതിൽ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. സോ നമ്മളത് വീണ്ടും ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. നമുക്കറിയാം നമ്മൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് നമുക്കറിയാം. സോ ഇലക്ട്രിക്കൽ പാർട്ടിലെ പല പാട്ടുകളുണ്ട്. ഇപ്പൊ ഏതിലേക്കാണ് നമ്മളൊരു എക്സാമ്പിൾ പറയാം, നമ്മളൊരു ട്രാൻസ്ഫോമറിന്റെ ഒരു കമ്പനിയിലേക്കാണ്, മീൻസ് അങ്ങനെ ഏതെങ്കിലും കമ്പനി നമ്മൾ അതിനെ കുറിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്യാൻ പോവാണ്ട് ആരും പോവാറില്ല അല്ലെ. അപ്പൊ നമ്മൾ നമ്മുടേതായിട്ടൊരു ഗ്രോത്ത് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ട് അപ്സ്കില്ലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എവിടെയാണ് നമ്മൾ ആ പാർട്ട്, എവിടെയാണ് നമ്മൾ അതിൽ ഫിക്സ് ആകുന്നത്, അതിലേക്ക് നമ്മൾ ഗ്രോത്ത് നമ്മൾ തന്നെ കൊണ്ടുവരണം. സോ അവിടെയാണ് ശരിക്കും ഓരോ സോഫ്റ്റ്വെയർ ഇന്ന സോഫ്റ്റ്വെയറിന്റെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രോത്ത് ഉണ്ടാവണം എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പൊ അതിലേക്ക് എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക, ഇന്നത് സ്റ്റോപ്പ് ചെയ്ത് നിർത്തലില്ല. എഡ്യൂക്കേഷൻ നമുക്ക് പറയാം എന്താണ് ഫുൾ നമ്മൾ ലൈഫ് ലോങ് നിൽക്കുന്നതാണ്. അപ്പൊ ഓരോ സ്കില്ലിങ്ങും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഞാനിപ്പോ ഈ കോഴ്സ് പഠിച്ചു, ഞാൻ ഇപ്പൊ നമ്മൾ പറയുകയാണ് സ്ട്രക്ചറൽ പഠിച്ചു, അടുത്തതിൽ എന്താണ്, പിന്നെ അങ്ങനെ നമ്മൾ അതിലേക്ക് മാത്രം ഒരിക്കലും ഒതുങ്ങരുത്. ഏതിലാണെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം, പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പ് സ്കില്ലിങ് ഇന്ന ഒരു കോഴ്സിൽ മാത്രം നിർത്താൻ പറ്റരുത്, സോഫ്റ്റ്വെയറിൽ മാത്രം ഒതുങ്ങാനും കാര്യമില്ല. പുറത്തുനിന്നുള്ള എന്താണ് നോളജ് അതിലേക്ക് ചെയ്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ മാത്രമാണ് കുറച്ചും കൂടി ലൈഫ് സക്സസ് ആവുള്ളൂ. അതാണ് എന്റെ ഒരു പ്രൊഫഷണൽ ഈ ചേഞ്ചസ് കൊണ്ട് ഒരു സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് ഇപ്പൊ എന്റർപ്രണർ എന്ന രീതിയിലേക്ക് എത്തിയതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്കായിട്ട് എക്സ്പീരിയൻസ് ആയിട്ട് പറയാനായിട്ടുള്ള പറ്റും. ഓക്കെ, താങ്ക് യു. ദെൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ MS ഇലക്ട്രോണിക്സ് ആയിരുന്നു പഠിച്ചിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു അപ്സ്കില്ലിലേക്കാണ് ഞാൻ എൻ്റെ കരിയർ ചേഞ്ച് ചെയ്തുകൊണ്ടത്. അത് ഫെമ്മ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ട്സ് എങ്ങനെയാണ് പോകുന്നത് ആ വഴിക്ക് തന്നെ ഞാൻ പോയി. ഒരു കരിയർ ഗ്യാപ്പ് വന്നൊരു 6 years എനിക്ക് ഗ്യാപ്പ് വന്നായിരുന്നു. അപ്പം ഞാൻ അന്വേഷിച്ചൊന്ന് പറഞ്ഞു സോഫ്റ്റ്വെയർ ഫീൽഡിലേക്കൊക്കെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു കരിയർ ഗ്യാപ്പ് വന്നതുകൊണ്ട്. സോ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡിലേക്ക് തിരിഞ്ഞു. സോ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ 3 month ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. ഡിജിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു വൈഡ് ഏരിയ വരുന്നത്. അപ്പൊ അതിൽ അവരെ ടോപ്പിക് വൈസ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുള്ളൂ. പ്ലസ് പ്രാക്ടിക്കലായിട്ടും ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ ഫുൾ നമുക്ക് നോളജ് കിട്ടുന്നില്ല.
ദെൻ ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു. അപ്പോഴാണ് നമ്മുടെ സ്കില്ല് ഇതനുസരിച്ചിട്ട് ഓരോന്നിലും നമ്മൾ പഠിച്ചതിനേക്കാൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് കുറേ പഠിക്കാനുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, സെർച്ച് ആൻഡ് ഒപ്റ്റിമൈസേഷൻ, ഗൂഗിൾ ആഡ്, അങ്ങനെ അത് വൈഡ് ആയിട്ട് കിടക്കുന്ന പോർഷൻസ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ചത് അതിന്റെ ചെറിയൊരു ഏരിയ ആയിരുന്നു. സോ ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനാണ് പറ്റിയത്. ഫസ്റ്റ് ഞാൻ കയറിയപ്പോൾ ഓഫ് പേജ് ആക്ടിവിറ്റീസ് ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത് ഫസ്റ്റത്തെ കമ്പനിയിൽ. സോ അതിൽ ഫുള്ള് ഓഫ് പേജ് ആക്ടിവിറ്റീസ് ആയിരുന്നു. സോ അതിൽ തന്നെ നമുക്കൊരു സ്കില്ല് വർദ്ധിക്കാനായിട്ട് കഴിഞ്ഞു. നമ്മുടെ കൊളീഗായിട്ടും നമ്മുടെ സാറും എൻ്റെ വർക്ക് ചെയ്ത കമ്പനിയുടെ സാറ് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാറായിരുന്നു. സാറും കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അങ്ങനെ ആ കമ്പനിയിൽ തന്നെ നമ്മൾ ആ പോർഷനിലെ ഡിജിറ്റൽ മാർക്കറ്റിന്റെ ഒരു സ്കില്ല്, അതിലെ തന്നെ ഒരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റി. ദെൻ നെക്സ്റ്റ് ഒരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തായിരുന്നു. സോ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഞാൻ ഓഫ് പേജ് ആക്ടിവിറ്റീസ് മാറി സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അതിൽ ഫുള്ള് കമ്മ്യൂണിക്കേഷൻ ലൈൻസ് ആയിരുന്നു. ക്ലയന്റ് ഹാൻഡ്ലിങ്, നമ്മുടെ ഫേസ്ബുക്ക് ആഡ്, ഇൻസ്റ്റാഗ്രാം ആഡ്, ഗൂഗിൾ ആഡ്, ഇതൊക്കെ ആയിരുന്നു ഞാൻ മെയിൻ ആയിട്ട് അവിടെ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളായിരുന്നു നെക്സ്റ്റ് കമ്പനിയിൽ പഠിച്ചത്. അപ്പോൾ നമ്മൾ ഒരേ കമ്പനിയിൽ കയറുമ്പോഴും നമ്മുടെ സ്കില്ല് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മെയിൻ ആയിട്ട് ഞാൻ MSc ഇലക്ട്രോണിക്സ് എന്ന ഇതിന്റെ ബേസിലല്ല ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. അപ് സ്കില്ലിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു അപ് സ്കിൽ കോഴ്സ് പഠിച്ചത് കൊണ്ടാണ് ഞാനിപ്പോ എന്റെ കരിയർ ഗ്രോത്ത് ഉണ്ടാവാനുള്ള കാരണം. MSc ഇലക്ട്രോണിക്സ് ഒരു ബേസ് ആയിട്ട് ഒരു MSc എന്നൊരു കോഴ്സായിട്ട് ഇപ്പൊ നിൽക്കുകയാണ്. ആ അപ്സ്കില്ലായ ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ ബേസിലാണ് എൻ്റെ കരിയർ ഇപ്പോൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ഇപ്പോൾ ഞാനൊരു ഫ്രീലാൻസ് ആയിട്ട് ചെയ്തു തുടങ്ങി. അപ്പോൾ നമുക്ക് ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യാറായി. അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ കുറേ ഏരിയാസ് എനിക്ക് കവർ ചെയ്യാൻ പറ്റി ഒരേ കമ്പനിയിലും പോയതനുസരിച്ച്. സോ ഇപ്പോൾ എനിക്ക് 2 ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കാപ്പബിലിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ എൻ്റെ ഒരു കരിയറിന്റെ ഗ്രോത്ത് തന്നെയാണെന്ന് പറയാം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിച്ചത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഹൗ ഫീസിബിൾ ഈസ് ഓൺലൈൻ ട്രെയിനിങ് ടുഡേ. അതായത് നമ്മളിപ്പോൾ പഠിക്കുന്ന അപ്സ്കില്ലിംഗ് കോഴ്സുകൾ ഓൺലൈനായിട്ട് പഠിച്ചാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അത് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്ലി നമുക്ക് മെൽഫിൻ സാറിനെ തന്നെ ഇൻവൈറ്റ് ചെയ്യാം. താങ്ക് യു ഹിത. നമുക്ക് ഇതിലെ ആദ്യത്തെ പോയിന്റ് എന്റെ മനസ്സിൽ തോന്നുന്നൊരു കാര്യം, നമ്മുടെ നാട്ടില് കേരളത്തിൽ ഇപ്പോഴും ആളുകളുടെ ഒരു കോമൺ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ബസ് കൂലി കൊടുത്ത് ബസ് കയറി ഒരു പെർട്ടിക്കുലർ ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് പഠിച്ചാലാണ് നമുക്ക് ആ ഒരു നോളജ് കിട്ടുള്ളൂ എന്നുള്ള ധാരണ നമ്മുടെ നാടുകളിൽ പൊതുവെ ഉള്ള ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ പഠിക്കുന്ന ആളുകളുടെ ഇടയിൽ ഉള്ള ഒരു കാര്യം, നേരിട്ട് നോട്ട് കേട്ടി നോട്ട് എഴുതി പഠിച്ചാൽ മാത്രമാണ് ഈ കാര്യം നമുക്ക് മനസ്സിലാവുന്ന ഒരു വിചാരമുണ്ട്. അതൊരു പോയിന്റ്. പിന്നത്തെ ഒരു കാര്യം ഇപ്പൊ കറന്റ്ലി നമുക്ക് എഞ്ചിനീയറിംഗ് തിയറി ഉണ്ട് ഒരു സൈഡില്, അതുപോലെ തന്നെ ഏത് ഫീൽഡായാലും അതിന് തിയറിറ്റിക്കൽ ആയിട്ട് നോളജ് നമ്മൾ ഡിഗ്രി അതുപോലെ തന്നെ കോഴ്സുകൾ ചെയ്തപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് അനുസരിച്ച് ടെക്നോളജിയാണ് ഇതിനെല്ലാവരെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്തൊരു ജോലി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെക്നിക്കലിയുള്ള കാര്യങ്ങൾ നമുക്കറിയണം. അപ്പോ ഈ ഓൺലൈൻ കോഴ്സുകൾ പഠിക്കുന്ന സമയത്തുള്ള കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യം ഫുൾ സിസ്റ്റം വൈസ് ആണ് നമ്മൾ എല്ലാ കാര്യം ചെയ്യുന്നത്. ചെറിയൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ കൊറോണ സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് എല്ലാ കമ്പനികളും ഒരു 1 വീക്കിനുള്ളിൽ സ്വിച്ച് ചെയ്തു. ഓഫ്ലൈനിൽ നിന്ന് ഡയറക്റ്റ് ഓൺലൈൻ സ്വിച്ച് ചെയ്തു. എല്ലാ ജോബുകളും റൺ ചെയ്തത് പൈസ, എല്ലാ ടെക്നോളജിയും യൂസ് ചെയ്തിട്ടായിരുന്നു എല്ലാ വർക്കുകളും റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെയൊക്കെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 days ഓഫീസിൽ വർക്ക് അറ്റ് ഹോം ആയിരിക്കും, 2 days നമ്മൾ ഓഫീസിലേക്ക് പോകണം. അങ്ങനെ ഒരു ഹൈബ്രിഡ് കൾച്ചറാണ് ഇപ്പോ എൻ്റെ ഇപ്പൊ ദുബായിൽ GCC കൺട്രികൾ നോക്കായാലും യൂറോപ്യൻ കൺട്രീസ് നോക്കാം, അങ്ങനെ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോ ആളുകൾ വിചാരം ഓൺലൈൻ കോഴ്സുകൾ പഠിക്കുന്ന സമയത്ത് അത് എത്രത്തോളം എഫക്റ്റീവ് ആവുന്നൊരു കൺഫ്യൂഷൻ മനസ്സിലുണ്ട്. പക്ഷെ അതൊരു ബ്ലണ്ടറാണ്. അത് ശരിക്കും അത് ആൾക്കാർക്ക് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് ശരിക്കും. അത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് സിസ്റ്റമൈസ് ആണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലാതും സിസ്റ്റത്തിലാണ് റൺ ചെയ്യുന്നത്. ചെറിയ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയറുകൾ ഓരോന്നുണ്ട്. മൈക്രോസോഫ്റ്റിന്റെ ഇപ്പോ എക്സൽ ആയാലും ഔട്ട്ലുക്ക് ആയാലും നമ്മുടെ ഇപ്പൊ കറന്റിലെ എക്സ്പീരിയൻസ് പറയാൻ എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഈ ഓഫീസ് 365 എല്ലാവരും. അതിലുള്ള മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നതും അതിലുള്ള എന്താ പറയാ എക്സൽ സൈഡിൽ നമ്മളിപ്പോ എസ്റ്റിമേഷൻ എഞ്ചിനീയർ ആയാലും നമ്മൾ എക്സലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഓട്ടോകാഡും ഇതൊക്കെ നമ്മൾ ഈ ഓഫീസ് തന്നെ റൺ ആവുന്നത്.
ടെക്നോളജി യൂസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മള് പോട്ടോ. അപ്പൊ എന്റെ ഒരു ഫിനിഷിംഗിൽ പറയുകയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാല് നമ്മള് കൂടുതൽ ടെക്നോളജി യൂസ് ചെയ്യണം. ടെക്നോളജി യൂസ് ചെയ്യുന്ന ഭാഗമായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഓഫ്ലൈനായിട്ട് പഠിക്കുന്നതിനുപരി ഡയറക്റ്റ് ആണ് നമ്മള് ലൈവായിട്ട് നമ്മൾ ടെക്നോളജി യൂസ് ചെയ്ത് പഠിക്കുക. അപ്പൊ നമ്മളിപ്പോ ഒരു ഓൺലൈൻ കോഴ്സ് എന്ന് പറയുമ്പോൾ ഓൺലൈൻ ലൈവായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ലൈവ് സെക്ഷനിൽ ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഓഫ്ലൈൻ ആയിട്ട് പോകുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മളൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എക്സ്പെൻസ് ഉണ്ട്. നമ്മളവിടെ ബസ് കയറി പോകണം, ചിലപ്പോൾ എന്തെങ്കിലും സമരം ഉണ്ടായി, ചിലപ്പോൾ ഒരു ഹർത്താൽ ഉണ്ടായി, മഴ പെയ്തു, പ്രശ്നങ്ങളാണ്. പക്ഷെ ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്ലെക്സിബിൾ ആണ്, ഫുൾ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് എങ്ങനെ വേണം പഠിക്കാം, നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മതി. കാവ്യ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബോറിംഗ് വരാൻ പാടില്ല. ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ ഓഫ്ലൈൻ ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സ്, റെക്കോർഡഡ് കോഴ്സുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ബോറിംഗ്, നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം. നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ തന്നെ ബൂസ്റ്റ് ചെയ്യണം, നമ്മൾ പഠിക്കുക, നമ്മൾ പഠിച്ചുകൊണ്ട് അതുപോലെ തന്നെ പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്യണം. അങ്ങനെ ഒരു കാര്യം. പക്ഷെ ലൈവ് സെക്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ പറയുന്ന ടീച്ചേഴ്സ് എല്ലാം റെഡിയാണ് ഇവിടെ. അപ്പൊ നമ്മൾ അതനുസരിച്ച് നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കും. വൺസ് നമ്മൾ ജോബിൽ പോകുന്ന സമയത്ത് നമുക്ക് റെഡിയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ സോഫ്റ്റ്വെയർ ഡയറക്റ്റ് നമ്മൾ യൂസ് സിസ്റ്റം വൈസ് ആണ്. നമ്മുടെ കമ്പനിയിൽ എക്സാമ്പിൾ പറയുമ്പോൾ എല്ലാ എഞ്ചിനീയേഴ്സിനും ഓരോ സിസ്റ്റം വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ലോകം ഫുൾ സിസ്റ്റത്തിനുള്ളിലാണ്. പെട്ടെന്നൊരു കമ്പനി ഇപ്പൊ എന്തെങ്കിലും ആവശ്യത്തിന് ചിലപ്പോ കമ്പനി ബ്രേക്ക് ഡൗൺ ആയി, മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞ അടച്ചുള്ള സിസ്റ്റം കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് വരും. വീട്ടിൽ വന്നിട്ട് ബാക്കിയുള്ള ഫുള്ള് വർക്ക് നടക്കുന്നത് സിസ്റ്റത്തിനുള്ളിലാണ്. ഇതുപോലെ തന്നെ ടീംസ് മീറ്റിംഗ് വരും, ടീംസിന് മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. വേറെ ക്ലയൻസ് ആയിട്ടുള്ള മീറ്റിംഗ് എന്ന് വെച്ചാൽ അതും ഇതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് റിജിസ്ട്രിയിൽ എല്ലാം അറേഞ്ച് ചെയ്യും. അങ്ങനെയാണ് ഫുൾ എൻ്റെ സിസ്റ്റം തന്നെ റൺ ആവുന്നത്. അതാണ് എൻ്റെ ഓൺലൈൻ കോഴ്സുകളുടെ ഒരു എഫക്റ്റീവ്നെസ് നമുക്ക് ഉണ്ടാവുന്നത്. ഓൺലൈൻ കോഴ്സുകൾ ഉണ്ടായാൽ മാത്രമാണ് കുറച്ചും ടെക്നോളജി വൈസ് എഞ്ചിനീയേഴ്സ് റൺ ആവണം. എന്നാലാണ് നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പിടിച്ചെടുക്കാൻ പറ്റുള്ള എഞ്ചിനീയേഴ്സ്. അല്ലെങ്കിൽ വെച്ചാൽ നമ്മൾ ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു. ഓൺലൈൻ കോഴ്സുകൾ അത്യാവശ്യമാണ്. അതനുസരിച്ചിട്ട് നമ്മൾ ഡ്രിവൺ ചെയ്യണം, അതനുസരിച്ച് നമ്മൾ മോഡിഫൈ ചെയ്യണം നമ്മുടെ നോളജും നമ്മുടെ സോഫ്റ്റ്വെയർ നോളജും എല്ലാം. അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. താങ്ക് യു സോ മച്ച്. ഇത് Thank you, sir. Next I goes to Anas. ഓക്കെ, ഇപ്പൊ ഈ ഇന്റർനെറ്റ് യുഗത്തിൽ ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കിപ്പോ ഇന്റർനെറ്റ് എല്ലാവർക്കും ആക്സസബിൾ ആണ്. ഇന്റർനെറ്റ് യുഗത്തിൽ നമ്മളിപ്പോ എന്ന് പറഞ്ഞാല് ഒരു ഓഫീസിൽ വന്ന് പഠിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ഫീസിബിൾ ആണ് നമ്മളുടെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് നമുക്ക് ലൈവായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇരുന്നിട്ട് നമുക്ക് എന്ത് ലൈവ് സെക്ഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്. സാറ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ മഴ വരും, ചിലപ്പോ കൊറോണ വരും, എല്ലാ ടൈമിലും നമുക്ക് ഫീസിബിൾ ആണ്. നമ്മളൊരു കംഫർട്ട് സോൺ, നമ്മളെ റൂമിനകത്തായാലും നമുക്ക് എങ്ങനെ ഇരുന്നിട്ട് വേണമെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാം, ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യാം. എല്ലാം നമുക്ക് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ എന്നുപരി നമുക്ക് ഡയറക്റ്റ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഈ ഓൺലൈൻ വഴി ആകുമ്പോൾ. പിന്നെ കുറച്ചും കൂടി ടെക്നോളജി വളർന്ന കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനിവിടെ വർക്ക് ചെയ്യുന്നിടത്ത് ഞാൻ ഗൾഫിലുള്ളവർക്കൊക്കെ ഈ ഗൂഗിൾ മീറ്റ്, സൂം മീറ്റിംഗ് അങ്ങനത്തെ ഉള്ള ഒരു സെറ്റപ്പിലാണ് നമ്മളിവിടെ ക്ലാസ് കൊടുക്കുന്നത്. ഗൾഫിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നവർക്ക് അപ്പ് സ്കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് റെവിറ്റ്, MEP, ഓട്ടോകാഡ് അങ്ങനത്തെ കോഴ്സുകളൊക്കെ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഗൾഫിലുള്ള ഒരു ലീവ് എടുത്തിട്ട് ഈ കോഴ്സ് ഒരു മാസം ലീവ് എടുത്ത് വന്ന് പഠിക്കുന്ന അവരെ ജോലി ബ്രേക്ക് ചെയ്ത്, ജോബ് ബ്രേക്ക് ചെയ്ത് പഠിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. അറിയാലോ, നമ്മളെല്ലാരും ക്യാഷിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. അപ്പൊ ആ ഒരു ടൈമില് അവരെ ടൈമിങ് ഇപ്പൊ ചിലപ്പോ അവരെ വർക്ക് കഴിഞ്ഞിട്ട് 7 to 8 ആണെന്ന് ഫീസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും ക്ലാസ്സസ്. അത്രയും ടൈം വരെ ഫീസിബിൾ ആണ്. നമുക്ക് ആരും ബുദ്ധിമുട്ടിക്കേണ്ട, നമുക്ക് വരണ്ട, നമുക്ക് കഷ്ടപ്പെടണ്ട. നമുക്ക് എപ്പോഴാണോ ഫ്രീ ആ ഒരു ഫ്രീ ടൈം നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് നമുക്ക് ക്ലാസ് കൊടുക്കാം. അത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ് ക്ലയൻസിന് അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ച്. അവരിപ്പോ ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 4 to 5 നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോ നമ്മ വന്ന് പഠിക്കുന്നോടത്ത് എന്താ പ്രശ്നം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ അവർക്ക് എന്ന് പറഞ്ഞാല് രാവിലെ മോർണിംഗ് ടു ഈവനിങ് ഒക്കെ ആയിരിക്കും ക്ലാസ്. അപ്പൊ അതിന്റെ ഇടയിൽ ചിലർക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ടൈം എക്സ്ചേഞ്ചിങ് ഇമ്പോസിബിൾ ആണ്. ഓൺലൈൻ കോഴ്സ് ആകുമ്പോൾ കുറച്ചും കൂടി അത് അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ ടൈമിനനുസരിച്ച് നമുക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്ക് ജോയിൻ ചെയ്യാം. പിന്നെ ഓൺലൈൻ ക്ലാസ്സിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് റെക്കോർഡിംഗ് ആണ്. നമുക്കൊരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ ലൈവ് ക്ലാസ് ആയാലും റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് പ്രീ യൂസ് ചെയ്യാം. എപ്പോ വേണമെങ്കിലും നമുക്കത് വീണ്ടും ഇരുന്ന് കാണാം. ഇപ്പൊ റെക്കോർഡ് ക്ലാസ് കൊടുക്കുന്നതല്ല, നമ്മളിപ്പോ നമ്മളെ ലൈവ് സെക്ഷന് പിള്ളേർക്ക് കുറച്ചും കൂടി റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ സ്ക്രീൻ റെക്കോർഡർ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊബൈലിൽ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം.
ഓക്കെ, നമ്മളെ നോട്ട്സ് സ്ലൈഡ് ഷോ ഒക്കെ കാണിക്കുമ്പോൾ അവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, PDF നോട്ട്സ് അയച്ചു കൊടുക്കാം. ഈ നേരിട്ട് നമ്മൾ എഴുതുന്നതിനെക്കാട്ടും കൂടുതൽ എഫക്റ്റീവ് ആണ് ഈ PDF നോട്ട്സ് നമ്മൾ തന്നെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ PDF നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം നമ്മൾ എടുത്ത ക്ലാസിന്റെ ഓവറോൾ ഒരു ഐഡിയ ആ PDF നോട്ടിൽ നിന്ന് അവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് കൺവീനിയന്റ്. എന്നെ സംബന്ധിച്ച് ഓൺലൈൻ ക്ലാസ് ആണ് ഫോർ ബെറ്റർ, സ്റ്റുഡൻസിന് നല്ലത്, നമുക്കും കംഫർട്ട് ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. Okay, thank you, Anas. Next goes to Kavya. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സിനെക്കാട്ടിലും ബെറ്റർ ഓൺലൈൻ തന്നെയാണ്. ഓഫ്ലൈൻ ആകുമ്പോൾ നമ്മുടെ ട്രാവൽ ടൈം, നമ്മൾ ഒരു ഓഫീസ് അവിടെ പോയി തിരിച്ചു വരാനുള്ള ടൈം, പിന്നെ അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും മഴ അങ്ങനത്തെ ഓരോരോ റീസൺസ് ഉണ്ടാവും. ഓഫ്ലൈൻ ആകുമ്പോൾ നമുക്കത് മുടങ്ങാനുള്ള റീസൺസ് കൂടുതലായിരിക്കും. അതുള്ളതുകൊണ്ട് ഇത് അങ്ങനെ പോവാൻ വയ്യ, അങ്ങനെ കുറെ റീസൺസ് ഉണ്ടാവും. ഓൺലൈൻ ആകുമ്പോൾ ആ ടൈമും സേവ് ചെയ്യാം. നമ്മൾക്കിപ്പോ നമ്മൾ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് മോർണിംഗ് ടു ഈവനിങ് ക്ലാസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് നൈറ്റ് സെഷൻ, നൈറ്റ് ക്ലാസ് നമുക്ക് നൈറ്റ് ക്ലാസ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് വേറെ ക്ലാസിന്റെ ഒപ്പം തന്നെ നമുക്ക് ഈ കോഴ്സ് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഫുൾ ടൈം ഉണ്ടാവും. മോർണിംഗ് ടു ഈവനിങ് വർക്കിംഗ് ടൈം ആയിരിക്കും. അപ്പോൾ ഇനി അതല്ല നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവരും ഉണ്ടായിരിക്കും. അപ്പോൾ മോർണിംഗ് സെഷനിൽ നൈറ്റ് ഷിഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ US കമ്പനിക്ക് ആണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് മോർണിംഗ് ഓപ്ഷൻ എടുക്കാം. അങ്ങനെ എന്തായാലും ഒരു ടൈം ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഓൺലൈൻ കോഴ്സ് ആകുമ്പോൾ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് പഠിച്ചെടുക്കാം എന്നുള്ളതാണ്. പിന്നെ നോട്ട്സ്, അസസ്മെന്റ് അതിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ ഓഫ്ലൈനിൽ പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോട്ട്സ് എഴുതുന്നതിനെക്കാട്ടിലും നമ്മുടെ ഈ ലൈവ് ക്ലാസ്സിൽ തന്നെ, ഒന്നാമത് ലൈവ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഫാക്കൽറ്റിയോട് ഡൗട്ട്സ് ക്ലിയർ ചെയ്താൽ അപ്പൊ തന്നെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോവാം. പിന്നെ ആ സ്റ്റുഡൻസിന് തന്നെ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ ഈ ഫാക്കൽറ്റിക്ക് തന്നെ റെക്കോർഡിങ് എടുത്തിട്ട് അയച്ചു കൊടുക്കാം. അപ്പൊ തന്നെ PDF നോട്ട്സ് അയച്ചു കൊടുക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു ഡൗട്ട്സ് വരികയാണെങ്കിൽ വീണ്ടും ഈ റെക്കോർഡ് കണ്ടിട്ട് നമുക്കത് റെഫർ ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റും. പിന്നെ PDF നോട്ട്സും ഓൺലൈൻ സംഭവങ്ങളെല്ലാം കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ നിന്നൊരു മിസ്സാവാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ എല്ലാം നമ്മുടെ എല്ലാ സംഭവങ്ങളും ഒരു ക്ലൗഡിൽ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റത്തിൽ ഉണ്ട് എങ്കിൽ അത് നമുക്ക് എപ്പോ വേണമെങ്കിലും ഒന്ന് റെഫർ ചെയ്യാനെല്ലാം, നോട്ട്സ് പോലെയല്ല അതെല്ലാം എവിടെ വെച്ച് മിസ്സായി എന്നുള്ളതെല്ലാം ഇങ്ങനെ നോക്കി നടക്കണേക്കാട്ടിലും നമുക്കിപ്പോ നമ്മുടെ സിസ്റ്റത്തിൽ ഓൾറെഡി ഇത്രയും ഷെയർഡ് ആണെങ്കിൽ നമുക്കത് വീണ്ടും എടുത്തു നോക്കാനും അതിന്റെ ഒരു മിസ്സാവാനുള്ള ചാൻസസ് കുറവാണ്. പിന്നെ നമ്മൾ ഈ ഡിജിറ്റലൈസ്ഡ് ഫുള്ളി ടെക്നോളജി യൂസ് ചെയ്യുന്നതാണ് എല്ലാ കമ്പനീസും. എല്ലാവരും ഈ എത്ര സോഫ്റ്റ്വെയറിൽ പ്രൊജക്ട് ചെയ്യുകയാണെങ്കിലും എല്ലാ ടീം മീറ്റിങ്ങിനും വീക്കിലിയുള്ള മീറ്റിംഗ്സ് എല്ലാം നമ്മൾ ഈ മൈക്രോസോഫ്റ്റ് 360 എല്ലാം ഈ മൈക്രോസോഫ്റ്റിന്റെ ഒരു ഇതിലാണ് ഉള്ളത്, എല്ലാം ടെക്നോളജിയിലാണ്. അപ്പോൾ നമ്മളിപ്പോ ഓൺലൈൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതും കൂടെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാണ്. നമ്മളൊരു ടീം മീറ്റിങ്ങിലോ ഒരു മീറ്റിങ്ങിൽ എങ്ങനെ ഇതാക്കുന്നു എന്നുള്ളതും കൂടെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്കത് വേറൊരു കമ്പനിയിൽ എത്തുമ്പോൾ അതും നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ നമുക്ക് എത്രത്തോളം ഇത് യൂസ് ചെയ്യാനുള്ള, മൈക്രോസോഫ്റ്റ് ആണെങ്കിലും ഇപ്പൊ നിങ്ങൾ വേറെ ഏത് ഓപ്ഷൻ ആണ് എടുക്കുന്നെങ്കിലും സൂം ഏതാണ് എടുക്കണമെങ്കിലും ആ ഒരു സൈറ്റും കൂടെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നുണ്ട് ഓൺലൈൻ ആവുമ്പോൾ. അതൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. Okay, thank you, Kavya. Next, Heavy ma'am. യെസ്, എനിക്ക് നിങ്ങൾ പറഞ്ഞ എല്ലാ പോയിന്റിനോട് യോജിക്കാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡിജിറ്റൽ യുഗത്തിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾക്ക് ഇനിയൊരു 5 ഇയേഴ്സും കൂടി, വിതിൻ 5 ഇയേഴ്സിനുള്ളിൽ ഇങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം ഉണ്ടാവില്ല. ഓൺലൈൻ ആണോ ബെറ്റർ എന്നുള്ള ചർച്ചയെ ആവശ്യം ഉണ്ടാവില്ല. കാരണം ഇപ്പോഴത്തെ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും എങ്ങനെയാണ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യാന്ന് അവർക്ക് ഇപ്പോഴേ അറിയാം. കാരണം ഒരു 2-3 ഇയേഴ്സ് ബിഫോർ, ഐ തിങ്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ കൊറോണയ്ക്ക് മുന്നേ വരെ അത് അത്രയ്ക്ക് നമുക്ക് അറിയില്ലായിരുന്നു എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അതിനുശേഷം നമ്മൾ കുട്ടികളെ ABCD പഠിപ്പിക്കുന്ന പോലെയാണ് ഓൺലൈൻ ക്ലാസ്സിന് സിമ്പിൾ ആയിട്ട് കയറാം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് എങ്ങനെ യൂസ് ചെയ്യാം, സൂം എങ്ങനെ യൂസ് ചെയ്യാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള തിങ് ആയിട്ട് മാറിക്കഴിഞ്ഞു ശരിക്കും പറയുകയാണെങ്കിൽ. ഇനി വരുന്ന ജനറേഷൻ എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻസ് ആയിരിക്കും.
സോ അവരെപ്പോഴും ഓപ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ആയിരിക്കും. കാരണം ഓഫ്ലൈനിൽ പോയിട്ട് ടീച്ചർ വടിയെടുത്ത് പഠിപ്പിക്കുക, അല്ലെങ്കിൽ ടീച്ചർ എന്നത് പറഞ്ഞു കൊടുക്കുക, ക്ലാസ്സിൽ നോട്ട് എഴുതി കിടന്ന് സോ ക്ലാസ്സിൽ എന്താ പറഞ്ഞതെന്ന് ഓർമ്മയില്ല, അയ്യോ എന്താണോ പറഞ്ഞ, അങ്ങനെ ഒരു പ്രശ്നം ഓൺലൈനിൽ വരുന്നില്ല. ദാറ്റ് മീൻസ് അത് ഫുള്ളി റെക്കോർഡിക്കലാണ് എല്ലാതും. അല്ലെങ്കിൽ എന്താണ് പറഞ്ഞതെന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് അടിച്ചിട്ട് നമ്മൾ ആ സോഫ്റ്റ്വെയറിൽ പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് ക്ലാസ് നോക്കി നമുക്ക് മനസ്സിലായി. സോ ലൈവ് ക്ലാസ് ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയി. കാരണം നമുക്ക് അപ്പൊ തന്നെ ടീച്ചറോട് ചോദിക്കാം. എക്സാക്ട്ലി നമ്മൾ പറയുകയാണെങ്കിൽ അപ്പൊ തന്നെ നമ്മളവിടെ ക്ലാസ് ഷെയർ ചെയ്യും, നമ്മൾ ചെയ്യുന്ന ലൈവായിട്ട് നമ്മൾ പ്രോജക്റ്റ് ചെയ്യുന്ന അപ്പൊ തന്നെ ചെയ്ത് നോക്കാണ് നമ്മള്. അപ്പൊ അത് ഷെയർ ചെയ്ത് കൊടുത്താണെങ്കിൽ അപ്പൊ തന്നെ ടീച്ചർക്ക് നോക്കാം നമ്മൾ എങ്ങനെ ചെയ്യണേ നോക്കാം. ആസ് യൂഷ്വൽ നമ്മൾ എങ്ങനെയാണോ ക്ലാസ്സിൽ ഇരിക്കുന്നത്, മീൻസ് എങ്ങനെയാണോ നമ്മൾ അവിടെ ഒരു അല്ലെങ്കിൽ വർക്കിംഗ് സ്ഥലത്ത് ഇരിക്കുന്നത്, അതേപോലെ തന്നെ നമ്മൾ വീടിനും അല്ലെങ്കിൽ ഓരോ ഹോമുകളും ഒരു ഓഫീസ് പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അത് ചെയ്യുന്നത് ഒരെല്ലാം കൂട്ടി യോജിപ്പിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈറ്റിക്കോടെയാണെന്ന് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ ഒരു യുഗത്തിലാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാറുന്നതായിട്ട് വരും. സോ ഓൺലൈൻ ആണ് എന്തുകൊണ്ടും ഫ്ലെക്സിബിൾ എന്ന് പറയാം. പിന്നെ നമുക്ക് പറയാം നമ്മളെ എക്സ്പീരിയൻസ് എവിടെ ഇരുന്നുള്ള ഒരാൾക്കാർക്കും നമുക്ക് വരുന്ന ടീച്ചർ അനുസരിച്ചിരിക്കും നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ശരിക്കും ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് നമുക്കിപ്പോ ഇന്ത്യയിലിരിക്കുന്ന കുട്ടിക്ക് വേണമെങ്കിൽ എവിടെയുള്ളതും ലോകത്തിൽ എവിടെയുള്ള ഒരാളുടെ എക്സ്പീരിയൻസ് നമുക്ക് നെറ്റിൽ അടിച്ചു നോക്കി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സുകൾ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എവിടെ വേണമെങ്കിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ടൈം ഒരു 8 hours ഒഴികെ നമുക്ക് നൈറ്റ് ഫ്രീ ആണെങ്കിലോ മോർണിംഗ് ഫ്രീ ആണെങ്കിലോ നമുക്ക് ആ സമയത്ത് നമ്മുടെ ഫ്രീ ഉള്ള സമയത്ത് നമുക്ക് വർക്ക് ചെയ്തു കൊടുക്കാം. നമ്മുടെ ഈസി ടൈമിൽ നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ ക്ലാസ് ഷെഡ്യൂൾ ചെയ്യാം. അല്ലെങ്കിൽ ടീച്ചർ സ്റ്റുഡന്റിന്റെ ടൈം എങ്ങനെയാണ് നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ളത് ആ ടൈമിനനുസരിച്ച് നമുക്ക് ജോലി കഴിക്കാം. നമ്മൾ ഓൺലൈനിലാണ് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ജോലി ചെയ്യാം. നമ്മൾ വർക്കിംഗ് മൂഡ് മീൻസ് ഒരു വീട്ടിലുള്ള ഹോമിൽ ഇരിക്കുന്ന നമ്മുടെ പറയുന്ന നമ്മളൊക്കെ എല്ലാവരും മാരീഡ് ആണ്, കുട്ടികളുള്ള ആൾക്കാരാണ്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ എന്താണ് ഓൺലൈൻ ചെയ്ത ഉദ്ദേശിച്ചത് നമുക്ക് നമ്മുടെ ഒപ്പം തന്നെ നമ്മുടെ കിഡ്സിനെയും നമ്മുടെ പാരന്റ്സിനെയും ഒപ്പം തന്നെ നമ്മുടെ ഹസ്ബൻഡിനെയും ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ കൂടെ നിർത്താൻ പറ്റും. അല്ലെങ്കിൽ ഓഫീസിൽ പോയി അയ്യോ ബസ് കയറി പോയി അങ്ങനെ ഒരു സിറ്റുവേഷനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഓൺലൈൻ എപ്പോഴും നമുക്ക് ഇന്നത്തെ കാലത്ത് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. അതിലേക്കാണ് നമ്മൾ ഇനിയുള്ള കാര്യം എല്ലാവരും നമ്മൾ അതിലേക്ക് തന്നെ മാറിക്കഴിയും. സോ എന്തുകൊണ്ടും ഓൺലൈൻ ക്ലാസ്സുകളാണ് സോ റൈസ് കമ്പയർഡ് ടു ഓഫ്ലൈൻ ക്ലാസ്സുകളെക്കാളും മോർ ബെറ്റർ. ഓക്കെ, താങ്ക് യു. എനിക്കും ഇത് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എല്ലാ പോയിന്റിനോടും ഞാൻ യോജിക്കുന്നു. ഞാനിപ്പോൾ അപ്സ്കില്ലിംഗ് പഠിച്ചത് ഒരു ഓൺലൈൻ വഴിയായിരുന്നു, ഓൺലൈൻ കോച്ചിങ് വഴിയായിരുന്നു ഞാൻ പഠിച്ചത്. അപ്പോൾ എനിക്കറിയാം ലൈവ് സെക്ഷനിലുള്ള കിട്ടുന്ന ഒരു ഓഫ്ലൈൻ കംഫർട്ടബിൾ കൂടിയാണ് ഞാൻ ലൈവായിട്ട് ഈ കോഴ്സ് പഠിച്ചിറങ്ങിയത്. നമുക്ക് എടുക്കുന്ന സാറുമാരായാലും അവർ വർക്കിംഗ് പ്രൊഫഷണൽസ് ആയിരിക്കും. നമ്മളൊരു സാധാരണ ഒരു ഓഫ്ലൈൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ പോയാലും നമ്മുടെ ചുറ്റിലുള്ള ഒരു അധ്യാപകരോ ട്രെയിനേഴ്സോ ആയിരിക്കും നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ബട്ട് നമ്മളൊരു ഓൺലൈൻ കോഴ്സ് വഴിയാണ് പഠിക്കുന്നതെങ്കിൽ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആയിരിക്കും. കമ്പാരിറ്റീവ്ലി കറന്റ്ലി വർക്ക് ചെയ്തിരിക്കുന്ന പ്രൊഫഷണൽസ് ആയിരിക്കും നമുക്ക് വേണ്ടി ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. അവരിപ്പോൾ കറന്റ്ലി എന്താ പറയുക ഇൻഡസ്ട്രിയിൽ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ അവരായിട്ട് ഇന്ററാക്ട് ചെയ്ത് പഠിക്കാനായിട്ട് നമുക്ക് ചെയ്യാനേ പറ്റും. ഞാൻ ഇപ്പോൾ ഒരു കോഴ്സ് പഠിച്ചതുകൊണ്ട് എനിക്ക് ബെറ്റർ ആയിട്ട് അറിയാനും സാധിക്കും. ഞാൻ പഠിച്ചിരിക്കുമ്പോൾ എന്നെ പഠിപ്പിക്കുന്ന സാറ് അവിടെ തന്നെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സാറായിരുന്നു. അപ്പൊ സാറിന് അറിയാം എന്തൊക്കെ ഡൗട്ട് വരാം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഇങ്ങനെയാണ് ഇതാണ് എന്നൊക്കെ സാറിന് അറിയാം. അപ്പോൾ ആ സാർ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് ക്ലാസ് എടുത്തു തരും. അപ്പൊ ലൈവായിട്ട് ഇന്ററാക്ഷൻ വഴി നമുക്ക് ഓൺലൈനിൽ കൂടെ പഠിക്കാമെന്നാണ് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് കൂടി പറയാനുള്ളത്. പിന്നെ നമുക്ക് ടെക്നിക്കലായിട്ട് അപ്ഗ്രേഡ് ചെയ്യാനും സാധിക്കും. നമ്മളിപ്പോൾ ഏത് ജോബിന് പോയാലും ഇപ്പോൾ എന്തായാലും മീറ്റിങ്ങിനും സൂം ആയാലും ഗൂഗിൾ മീറ്റ് ആയാലും മൈക്രോസോഫ്റ്റ് ആയാലും എല്ലാം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ആവശ്യകതയുണ്ട്. സോ ടെക്നിക്കലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് ഈ ഓൺലൈൻ കോഴ്സ് കൊണ്ട് പറ്റും. ഇതൊക്കെ തന്നെ. പിന്നെ നമ്മൾ എന്തുണ്ടായാലും നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സും അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടായാലും എല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പഠിക്കാനായിട്ടും സാധിക്കും. അപ്പൊ എന്തുകൊണ്ടും ഓൺലൈൻ ക്ലാസ് ഓഫ്ലൈനേക്കാൾ ഇപ്പൊ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ. ഇതാ എനിക്കൊരു പോയിന്റ് കൂടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇപ്പോ ഇൻഡസ്ട്രിയിലത്തെ ഇപ്പൊ ഏതൊരു പ്രൊഫഷൻ എടുത്ത് നോക്കിയാലും ഹൃദയയുടെ സംബന്ധിച്ചാണെങ്കിൽ വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓക്കെ അതൊരു പ്രൊഫഷൻ. ഫെമി സംബന്ധിച്ചാണ് ലൈറ്റ് ഡിസൈനിങ്, കാവ്യ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചർ അനാലിസിസ് സ്ട്രക്ചറൽ ഡിസൈൻ, അനസ് ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ MEP ഡിസൈൻ ഡ്രാഫ്റ്റിംഗ്. ഇപ്പൊ എന്റെ പേഴ്സണെ സംബന്ധിച്ചാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ പ്രപ്പോസലിംഗ് അതുപോലെ തന്നെ എസ്റ്റിമേഷൻ. ഈ എല്ലാ പ്രൊഫഷൻസും നമുക്ക് ഓൺലൈനിൽ മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് വൺസ് നമുക്ക് ഇപ്പൊ ഓഫ്ലൈൻ എന്നുള്ള ഒരു പോസിബിലിറ്റി ഇല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോബ് നമുക്ക്
ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അത്രത്തോളം ടെക്നോളജിയിലേക്ക് നമുക്ക് ടെക്നോളജി ആയിട്ട് ഈ എല്ലാ സിസ്റ്റവും മാറി കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടും ഓൺലൈൻ എന്നുള്ള ഒരു മെത്തേഡിലേക്ക് ഏത് പ്രൊഫഷൻസ് ഇപ്പൊ കൺസ്ട്രക്ഷൻ മേഖല എടുത്ത് നോക്കണം, കുറെ പ്രൊഫഷൻസ് പ്ലാനിങ് എഞ്ചിനീയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി സോഫ്റ്റ്വെയർ നമുക്ക് ഓൺലൈനിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ള കാര്യം. അപ്പോൾ ഈസി ആ ഒരു മോഡിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലേക്ക് മാറണം, തീർച്ചയായും മാറണം. അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാല് പണ്ട് നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യാത്ത ആൾക്കാർ പുറകിലേക്ക് പോയ പോലെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും വരാം. ഓൺലൈൻ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം കൂടുതൽ യൂസ് ചെയ്യണം പുതിയ വരുന്നൊരു ജനറേഷൻ. ഓക്കെ സർ, വൈൻഡപ്പ് ചെയ്യാം, നമുക്ക് കൺക്ലൂഷനിലേക്ക് നീങ്ങിയാലോ? കൺക്ലൂഷനിലേക്ക് നോക്കാം. അപ്പൊ നമ്മുടെ വെബിനാറിൽ നമ്മുടെ പാനൽ ഓരോരുത്തരും അവരുടെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. അതായത് അപ്സ്കില്ലിംഗ് പഠിച്ചതുകൊണ്ട് അവരുടെ പ്രൊഫഷണൽ ലൈഫിൽ ഉണ്ടായ ചേഞ്ചസ്, ഓൺലൈൻ കോഴ്സ് പഠിച്ചതുകൊണ്ടുള്ള ഫീസിബിലിറ്റി, ഇതൊക്കെയാണ് നമ്മുടെ വെബിനാറിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത മാറ്റേഴ്സ്. അപ്പൊ എന്തുകൊണ്ടും നമ്മൾ ഒരു അപ്സ്കില്ലിംഗ് പഠിച്ചിരിക്കുക, ഏതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിരിക്കുക, എന്തുകൊണ്ടും നമ്മുടെ കരിയറിന്റെ ഗ്രോത്ത് തന്നെയായിരിക്കും. ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ്, നമ്മുടെ ഏത് ഫീൽഡ് എടുത്താലും അതിൽ ഏതെങ്കിലും ഒരു മൊഡ്യൂൾ എടുത്ത് അതിൽ തന്നെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ വളരെ ഒരു ചേഞ്ച് ഉണ്ടാവാനായിട്ട് സാധിക്കും. അതായത് നമ്മളിപ്പോ നാട്ടില് നമുക്കൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചു, ദെൻ നമ്മളൊരു ജോബിന് കയറി ആ സാലറിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് വിചാരിതമെങ്കിൽ നമുക്ക് ഈ വെബിനാർ അവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. അതല്ല, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമെങ്കിൽ, അതായത് ഒരു അപ്സ്കില്ലിംഗ് പഠിച്ചുകൊണ്ട് നമ്മുടെ പേ സ്കെയിലിലും നമ്മുടെ കരിയറിലും കരിയർ ഗ്രോത്തിലും എന്തെങ്കിലും ചേഞ്ചസ് ആവശ്യമെങ്കിൽ നമ്മളൊരു അപ്സ്കില്ലിംഗ് കോഴ്സ് എന്തായാലും പഠിച്ചിരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ഒരു അത്യാവശ്യമാണ്. പിന്നെ ഓൺലൈൻ കോഴ്സും അതാണ് ഇപ്പോൾ ഓഫ്ലൈനേക്കാളും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. നമുക്ക് ഈ വർക്കിംഗ് പ്രൊഫഷണൽസ് തന്നെ നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നത് കൊണ്ടും നമുക്ക് ഓൺലൈൻ എന്തുകൊണ്ടും ബെറ്റർ ആണ്. പിന്നെ നമ്മുടെ ടെക്നിക്കൽ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യാനും നമ്മുടെ ഓൺലൈൻ കോഴ്സ് കൊണ്ട് നമുക്ക് സാധിക്കും. സോ എന്തുകൊണ്ടും നമുക്ക് ഓൺലൈൻ കോഴ്സും ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. നമ്മുടെ കരിക്കുലം അക്കാദമി ഇപ്പോൾ നമ്മുടെ അപ്സ്കില്ലിംഗ് കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ മെയിനായിട്ടും എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കോഴ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇനിയും നമ്മുടെ വെബിനാർ കണ്ടിന്യൂ ചെയ്യാം. ഇതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എടുത്ത് വെബിനാറിലേക്ക് വീണ്ടും നമുക്ക് കണക്ട് ചെയ്യാം.